Welcome back. Myself NJS, Tax Faculty, Universal Institute Kottakkal. So JEE Mains in the 2025 January discussion le nammal chapter matrices lekkaanu povunnu. Matrices le question lekku povam. Aayatha question. 22nd January shift to 1 ചോദിച്ച matrix le first ഒരു question ആയിരുന്നു. Let A be a square matrix of order 3 such that dit A എന്ന് പറയുന്നത് -2 ആണ്. Determinant of 3 into edge of -6 edge of 3A equal to 2 raised to m plus n into 3 raised to mn. Where m greater than n, then 4m plus 2n is equal to. ഇതൊരു ആക്ച്വലി ഡിറ്റർമിനൻസിന്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് നോക്കി നോക്കാം. അത് ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് പിന്നെ ആ ഡിറ്റർമിനന്റ് പ്രോപ്പർട്ടി പറഞ്ഞിട്ട് ഒരു ഡിറ്റ് ഓഫ് ഒരു വാല്യൂ തന്നിട്ടുണ്ട്. അത് 2 raised to m plus n into 3 raised to mn എന്നാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെ പോകണം എന്നുള്ളത് വെച്ചാൽ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇത് ഈ ലെഫ്റ്റ് സൈഡ് നമുക്ക് കിട്ടുന്നത് ഈ വാല്യൂ നമുക്കൊരു ഈ പറഞ്ഞ വാല്യൂസ് നമുക്കൊരു 2ന്റെ പവേഴ്സ് ആയിരിക്കും. 2ന്റെയും 3ന്റെയും മൾട്ടിപ്പിൾ ആയിട്ടുള്ള പവേഴ്സ് ആയിരിക്കും ഇത്. അത് നമ്മൾ എന്ത് ചെയ്യണം, അത് ഇക്വേറ്റ് ചെയ്തിട്ട് എമ്മും എന്നും കണ്ടുപിടിച്ചിട്ട് ആ 4m plus 2n എന്ന് പറഞ്ഞ വാല്യൂ ആണ്. ഇതൊരു ന്യൂമറിക്കൽ ഇൻഡിജർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ ആദ്യം നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യേണ്ട ഐഡിയാസ്, ഡിറ്റർമിനന്റ് ഓഫ് കെ എ എന്ന് പറഞ്ഞാൽ കെ റൈസ് ടു n ഇൻറ്റു ഡിറ്റ് എന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജ് എ എന്ന് പറഞ്ഞാൽ ഡിറ്റ് എ റൈസ് ടു n minus 1, where n is the order of the determinant, where n is the order of the determinant, where n is the order of the matrix ആണ്, order of matrix ആണ്, order of the square matrix. ഈ രണ്ട് ഐഡിയ ആണ് ഈ ക്വസ്റ്റ്യനിൽ ആക്ച്വലി ചെയ്യേണ്ടി വരുന്നുള്ളൂ. പിന്നെ 2 raised to m plus n ഇക്വൽ ചെയ്ത് m n കണ്ടുപിടിക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് പ്രൊസീഡ് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യന് ആദ്യം തന്നെ ഡിറ്റ് എ -2 തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് ഡിറ്റർമിനന്റ് ഓഫ് 3 ഇൻറ്റു അഡ്ജ് ഓഫ് -6 അഡ്ജ് ഓഫ് 3a, 3 ഇൻറ്റു അഡ്ജ് ഓഫ് -6 അഡ്ജ് ഓഫ് 3a ബ്രാക്കറ്റ് ഇട്ടു. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ വാല്യൂ തന്നിട്ടുണ്ട് 2 raised to m plus n. അത് നമുക്ക് അവസാനം നമുക്ക് എന്ത് ചെയ്യാം, അത് ഇക്വേറ്റ് ചെയ്യാം. അപ്പം ഇതിനെ നമുക്ക് ആദ്യം ഈ പ്രോപ്പർട്ടി അനുസരിച്ച് ഇതിനെ ഇത് ഡിറ്റർമിനന്റ് 3/3 ആണെന്ന് പറഞ്ഞാൽ 3³ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എന്തുമായി മാറും, അഡ്ജ് ഓഫ് -6 അഡ്ജ് ഓഫ് 3a എന്ന് എഴുതാം. ഫസ്റ്റ് നമ്മൾ ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ എഴുതാം. വീണ്ടും എന്ത് ചെയ്യാം, ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അഡ്ജോയിന്റിന്റെ ഡിറ്റർമിനന്റ് പറഞ്ഞാൽ ഈ ഡിറ്റ് എ റൈസ് ടു n minus 1 ആണ്. ഇവിടെ എന്റെ സ്ഥാനത്തുള്ളത് ഇവിടെ ഉള്ളത് ഇത് മൊത്തമാണ് -6 ഓഫ് അഡ്ജ് ഓഫ് 3a ആണ്. അപ്പോൾ ഇതിന് എനിക്ക് അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെ എഴുതാം, അതായത് 3³ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് -6 അഡ്ജ് ഓഫ് 3a ഓൾ റേസ് ടു n minus 1 ആണ്. ഈ പ്രോപ്പർട്ടിയാണ് അപ്ലൈ ചെയ്യുന്നത്. റേസ് ടു n minus 1 3 minus 1 അഥവാ 2 സ്ക്വയർ ആയി മാറും. വീണ്ടും നമ്മൾ ഡിറ്റർമിനന്റ് പ്രോപ്പർട്ടി അനുസരിച്ച് 3³ ഇൻറ്റു വീണ്ടും ഈ പ്രോപ്പർട്ടിനെ അപ്ലൈ ചെയ്താൽ എന്തുവരും, ഈ -6 ആകുമ്പോൾ എന്തുവരും, -6 പുറത്തേക്ക് വരുമ്പോൾ -6 raised to 3 വരും ഇൻറ്റു പിന്നെ ഈ സ്ക്വയറും കൂടി ഉണ്ട്. അപ്പോൾ -6 raised to 2 വരും, -6 raised to 3 ഓൾ സ്ക്വയർ വരും ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജ് ഓഫ് എന്ത് വരും, 3a സ്ക്വയർ എന്ന് വരും. സോ 3³ ഇൻറ്റു -6 raised to 6 ആണ്. -6 raised to 6 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 6 raised to 6 ആയി മാറി. പിന്നെ എന്ത് വരും, അഡ്ജ് ഓഫ് 3a സ്ക്വയർ. അപ്പോൾ വീണ്ടും എന്ത് ചെയ്തു, ഡിറ്റർമിനന്റ് പ്രോപ്പർട്ടി അനുസരിച്ച് നമ്മൾ ഈ പ്രോപ്പർട്ടി വീണ്ടും അപ്ലൈ ചെയ്തു. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് ഓഫ് 3a സ്ക്വയർ പിന്നെ ഒരു സ്ക്വയർ മുകളിലുണ്ട്. ഡിറ്റ് എ റൈസ് ടു n minus 1 എന്ന് പറഞ്ഞാൽ ഡിറ്റ് 3a റൈസ് ടു സ്ക്വയർ പിന്നെ സ്ക്വയർ ഉണ്ടാവും. ദാറ്റ് മീൻസ് 3³ ഇൻറ്റു ഈ 6നെ എനിക്ക് എന്ത് ചെയ്യാം, 2 into 3 എന്ന് എഴുതാം. 2 into 3 ഓൾ റൈസ് ടു 6. ഇവിടെ വീണ്ടും ഞാൻ എന്ത് ചെയ്തു, ഡിറ്റർമിനന്റ് ഓഫ് 3a സ്ക്വയർ. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് 3a റൈസ് ടു 4 എന്നായി മാറി. അപ്പോൾ 3³ ഇൻറ്റു 2 raised to 6 ഇൻറ്റു 3 raised to 6 ഇൻറ്റു ഇവിടെ 3 പുറത്തേക്ക് എടുക്കുമ്പോൾ 3³ വരും. ആ 3³ ഈ 4 കൂടി 3 raised to 12 ആവും ഇൻറ്റു ഡിറ്റ് a റൈസ് ടു 4 ആയി മാറും. ഇങ്ങനെയായി മാറും.
സോ അടുത്ത സ്റ്റെപ്പിൽ 3 ക്യൂബ് ഇൻറ്റു 3 raised to 6. അത് എത്ര 18ഉം 3 raised to 21 ആയി. 3ന്റെ പവർ 3 raised to 21 ആയി ഇൻറ്റു 2 raised to 6 ഇൻറ്റു ഡിറ്റ് എയുടെ വില നമുക്കറിയാം, ക്വസ്റ്റിന് തന്നിട്ടുണ്ട് -2 ആ. അപ്പോൾ അതും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2 raised to 4 ആയി മാറി. സോ ഈ ആൻസർ എന്തിന് തുല്യമായി? ദാറ്റ് മീൻസ് 3 raised to 21 ഇൻറ്റു 2 raised to 6 ഇൻറ്റു 2 raised to -2 raised to 4 എന്ന് പറയുമ്പോൾ 2 raised to 10 ആയി മാറി. ഇതാണ് എന്തിന് തുല്യം എന്ന് പറഞ്ഞത്? This is 2 raised to m plus n into 3 raised to mn. This is 3 raised to mn into 3 raised to mn into 2 raised to m plus n എന്നായി. ഇത് കമ്പയർ ചെയ്യുമ്പോൾ m into n, അതായത് mn എന്ന് പറഞ്ഞത് 21 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. mn 21 ആണെന്നറിയാം, എം പ്ലസ് n 10 ആണ്. അപ്പോൾ അത് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, m n എത്ര എന്ന് പറയാം. m 7ഉം n 3 ആണെങ്കിൽ ഇത് പോസിബിൾ ആണ്. m 7ഉം m ഗ്രേറ്റർ ദാൻ n ആണ്, അതുകൊണ്ടാണ് m 7 ആക്കി എടുക്കുന്നത്. m 7 എടുത്തത് n 3 എടുക്കാൻ കാരണം m ഗ്രേറ്റർ ദാൻ n ആണെന്ന് പറഞ്ഞാൽ, അല്ല തിരിച്ചാവുമായിരുന്നു. ഇനി ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ 4m plus 2n ആണ്. 4m plus 2n വാല്യൂ ആണ് ചോദിച്ചത് നമ്മളോട്. 4m plus 2n കാണാൻ പറഞ്ഞാൽ 4m plus 2n ആണ് കണ്ടുപിടിക്കേണ്ടത്. 4m plus 2n, that is 4 into 7 plus 2 into 3 ആണ്. that is 28 plus 6 ആണ്, അഥവാ 34 ആയിരിക്കും റിക്വയർഡ് ആൻസർ. അപ്പോൾ 34 ആയിരിക്കും റിക്വയർഡ് ആൻസർ. 34 ഇൻറ്റീജർ ടൈപ്പിൽ 34 ആയിരിക്കും ഇതിൻ്റെ ആൻസർ. 34 will be the required answer. 34. Clear? So moving to the next question. 22nd January shift 2 ചോദിച്ചു. ഫോർ എ 3x3 മെട്രിക്സ്, ഒരു 3x3 മെട്രിക്സ് ആണ്. ട്രേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡയഗണൽ എലമെന്റ് സമ്മാണ്. ഇപ്പോൾ മെട്രിക്സ് ഇതാണെന്ന് ഇരിക്കുക, 1 2 3 ഒരു സ്ക്വയർ മെട്രിക്സ് ഇതാണെങ്കിൽ ഇതിന് ട്രേസ് എന്ന് വിളിക്കുന്നത് TR of A എന്ന് പറഞ്ഞത്, അല്ലെ ട്രേസ് ഓഫ് A എന്ന് പറഞ്ഞത് ഡയഗണൽ എലമെന്റ് സമ്മാണ്. 1 + 4 5 ആണ്. ഇതാണ് ട്രേസ് എന്ന് പറഞ്ഞ ഐഡിയ. അപ്പം ഫോർ എ 3x3 മെട്രിക്സ് M ട്രേസ് ഡിനോട്ട് ദ സം ഓഫ് ഓൾ ഡയഗണൽ എലമെന്റ്സ് ഓഫ് M. അതായത് എന്താണ് ട്രേസ് എന്നല്ല അവർ തിയറിയിൽ പറഞ്ഞിട്ടുണ്ടായില്. ക്വസ്റ്റിന്റെ ഫസ്റ്റ് പാർട്ട് നമുക്ക് മനസ്സിലായി. ലെറ്റ് A be a 3x3 മെട്രിക്സ് സച്ച് ദാറ്റ് ഡിറ്റ് A 1/2 ആ തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 3x3 മെട്രിക്സിലെ ഡിറ്റർമിന്റ് എത്ര തന്നിട്ടുണ്ട്? ഡിറ്റർമിന്റ് A 1/2 ആ തന്നിട്ടുണ്ട്. അതുപോലെ ട്രേസ് ഓഫ് A തന്നിട്ടുണ്ട് 3 ആണെന്നും തന്നിട്ടുണ്ട്. അതേപോലെ B എന്ന് പറഞ്ഞത് അഡ്ജ് 2A ആണ്. B എന്ന് പറഞ്ഞാൽ അഡ്ജ് 2A ആണ്. അപ്പം നേരത്തെ പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്ത ഐഡിയാസ് ഒക്കെ ആവശ്യം വരും. കാണാൻ പറഞ്ഞത് വാല്യൂ ഓഫ് ഡിറ്റ് B പ്ലസ് ട്രേസ് B ആണ്. അതിനു മുമ്പ് ഈ പ്രോബ്ലത്തിൽ നമുക്ക് ആവശ്യമുള്ള ഒരു ഐഡിയ ഒന്ന് ഡിറ്റർമിന്റ് ഓഫ് KA എന്ന് പറഞ്ഞാൽ K raised to n ഇൻറ്റു ഡിറ്റ് A, അത് ആവശ്യമുണ്ട്. ഡിറ്റർമിന്റ് ഓഫ് അഡ്ജ് A എന്ന് പറഞ്ഞത് ഡിറ്റ് A raised to n - 1, അത് ആവശ്യം വരും. അഡ്ജ് ഓഫ് അഡ്ജ് A എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് ഡിറ്റ് A raised to n - 2 ഇൻറ്റു A എന്ന് എഴുതാം. ഡിറ്റ് A raised to n - 2 ഇൻറ്റു A. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ആവശ്യം വരിക. n - 2 ഇൻറ്റു ഡിറ്റ് A ഇൻറ്റു A എന്ന് വരും. അപ്പോൾ ഇതിൽ നമ്മൾ പ്രോബ്ലത്തിലൊക്കെ എങ്ങനെ പ്രൊസീഡ് ചെയ്താൽ ആദ്യം എന്താ പറഞ്ഞത്? B എന്ന് പറഞ്ഞത് അഡ്ജ് ഓഫ് അഡ്ജ് 2A ആണ്. B എന്ന് പറഞ്ഞത് അഡ്ജ് ഓഫ് അഡ്ജ് 2A ആണ്. എന്നൊരു അഡ്ജ് ഓഫ് അഡ്ജ് 2A ആണ്. നമുക്ക് ആദ്യം കണ്ടുപിടിക്കുന്ന ഡിറ്റ് B കാണണം. സോ ഡിറ്റ് B കാണണമെങ്കിൽ ദാറ്റ് ഈസ് ഡിറ്റ് ഓഫ് അഡ്ജ് 2A ആണ് അല്ലേ? ഇതിൽ മക്കളെ ഡിറ്റർമിന്റ് ഓഫ് അഡ്ജ് 2A ആണ്. ഇതിൽ നമ്മൾ ആ പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് ഈ പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്രോപ്പർട്ടി അനുസരിച്ച് എന്ത് ചെയ്യാം? പിന്നെ ഡിറ്റർമിന്റ് ഓഫ് അഡ്ജ് 2A റേസ് ടു n - 1. n എന്ന് പറയുമ്പോൾ 3/3 ആണ്. 3/3 ആയതുകൊണ്ട് തന്നെ n - 1 എന്ന് പറയുമ്പോൾ സ്ക്വയർ വരും. ഇനി അഡ്ജ് ഓഫ് 2A എന്ന് പറയുമ്പോൾ ഡിറ്റർമിന്റ് ഓഫ് അഡ്ജ് 2A എന്ന് പറയുമ്പോൾ ഡിറ്റ് 2A സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് വരും.
കാരണം അഡ്ജോയിന്റ് ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജ് എന്ന് പറയുമ്പോൾ ഡിറ്റ് എ റേസ് ടു n മൈനസ് 1 ആണ്. അപ്പോൾ അതിന് മുകളിൽ പുറത്ത് ഇതുണ്ട്, ഡിറ്റർമിനന്റ് ഓഫ് 2a റേസ് ടു 4 എന്ന് വരും. അപ്പോൾ ഡിറ്റ് ബി എന്ന് പറയുമ്പം ദാറ്റ് ഈസ് 2 പുറത്തേക്ക് എടുക്കുമ്പോൾ അതെന്താവും, 2 ക്യൂബ് ഇൻറ്റു ഡിറ്റ് എ റേസ് ടു 4 എന്ന് വരും. ദാറ്റ് ഈസ് 2 റേസ് ടു 12 ഇൻറ്റു ഡിറ്റ് എ റേസ് ടു 4 എന്ന് വരും. അതാണ് ഡിറ്റ് ബി. 2 റേസ് ടു 12 ഇൻറ്റു ഡിറ്റ് എ എന്ന് പറയുമ്പോൾ എത്രയാണ്, ദാറ്റ് ഈസ് 1/2 ആണ്. അപ്പോൾ ഇൻറ്റു 1/2 റേസ് ടു 4 ആണ്. ഇൻറ്റു 1/2 റേസ് ടു 4. മക്കളെ ഇത് മൾട്ടിപ്ലൈ ചെയ്തുമ്പോൾ 2 റേസ് ടു 8 എന്ന് വരും. അപ്പോൾ ഡിറ്റ് ബി 2 റേസ് ടു 8 ആണ് കിട്ടി. ഇനി അടുത്ത പാർട്ട് എന്താ, ട്രേസ് ഓഫ് ബി കാണണം. ട്രേസ് ഓഫ് ബി കാണണമെങ്കിൽ നമുക്ക് ബി എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ് എല്ലാം സം എടുക്കണം. പക്ഷെ ബി എന്ന് പറഞ്ഞ മെട്രിക്സിനെ നമുക്ക് അറിയില്ല. പക്ഷെ ബിയും എയും തമ്മിലുള്ള കണക്ഷൻ നമുക്കറിയാം. ബി എന്ന് പറഞ്ഞത് അഡ്ജ് ഓഫ് അഡ്ജ് 2a ആണ്. ബി എന്ന് പറഞ്ഞത് അഡ്ജ് ഓഫ് അഡ്ജ് 2a ആണ്. അപ്പൊ ഞാൻ ഇനി അടുത്ത കാണാൻ പോകുന്ന ട്രേസ് ഓഫ് ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ബി എന്ന് പറഞ്ഞത് അഡ്ജ് ഓഫ് അഡ്ജ് 2a ആണ്. അപ്പം ഈ അഡ്ജ് ഓഫ് അഡ്ജ് എന്ന് പറയുമ്പോൾ ഡിറ്റ് എ റേസ് ടു n മൈനസ് 2 ഇൻറ്റു എ ആണ്. അതേപോലെ ഇതാണെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജ് ഓഫ് അഡ്ജ് 2a എന്ന് പറഞ്ഞത് ഡിറ്റ് 2a റേസ് ടു n മൈനസ് 2. n മൈനസ് 2 എന്ന് പറയുമ്പോൾ ഓർഡർ 3/3 ആണ്. 3 മൈനസ് 2 അഥവാ n മൈനസ് 2 ഇൻറ്റു ഡിറ്റ് 2a ആയിരിക്കും. ഈ റിസൾട്ട് അനുസരിച്ച് അഡ്ജ് ഓഫ് അഡ്ജ് എന്ന് പറയുമ്പോൾ ഡിറ്റ് എ റേസ് ടു n, ഇവിടെ എന്റെ സ്ഥാനത്ത് ഡിറ്റ് 2a ആണ്. അപ്പൊ ഇങ്ങനെ വരും. ദാറ്റ് മീൻസ് n 3/3 ആയതുകൊണ്ട് തന്നെ ഡിറ്റ് 2a റേസ് ടു എന്തായി, 3 മൈനസ് 2 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 1 ഇൻറ്റു എന്തായി മാറി, സോറി ഇവിടെ ഇൻറ്റു ഡിറ്റ് 2a എന്നല്ല, വെറും 2a എന്നല്ല വരും മക്കളെ, ഇൻറ്റു എന്തായിരിക്കും 2a മെട്രിക്സ് ഇങ്ങനെ വരും. അങ്ങനെയല്ലേ ഉള്ളത്, ഇൻറ്റു 2a മെട്രിക്സ്. അപ്പൊ എന്ത് വരും, ഡിറ്റർമിനന്റ് ഓഫ് 2a എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 2a റേസ് ടു n മൈനസ് 1 n 3 ആണ്. 3 മൈനസ് 2 എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു 2a എന്ന് വരും. ആണ് ബി എന്ന് പറഞ്ഞത്. പക്ഷേ ഡിറ്റർമിനന്റ് ഓഫ് 2a എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പ്രോപ്പർട്ടി അനുസരിച്ച് എന്തായി മാറും, ഡിറ്റർമിനന്റ് ഓഫ് k എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 2 അപ്പോൾ 2 റേസ് ടു 3 ഇൻറ്റു ഡിറ്റ് എ ഇൻറ്റു എന്തായി മാറി 2a. സോ ബി എന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് 8, 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആ, ഡിറ്റ് എന്ന് പറഞ്ഞത് 1/2 ആ ഇൻറ്റു 2a. ഈ 2 കട്ട് ചെയ്തു. ദാറ്റ് മീൻസ് ബി എന്ന് പറഞ്ഞത് 8 ടൈംസ് a എന്നാണ്. അപ്പോൾ ട്രേസ് ഓഫ് ബി എന്ന് പറയുമ്പോൾ ട്രേസ് ഓഫ് 8a കണ്ടാൽ മതി, 8a. നമുക്കറിയാം ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ട്രേസ് ഓഫ് കെ എ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് k ഇൻറ്റു ട്രേസ് ഓഫ് a ആണ്. ഇതൊക്കെ മെട്രിക്സിലുള്ള പ്രോപ്പർട്ടീസ് ആണ് കേട്ടോ, അതൊക്കെ പഠിക്കാനുള്ളത് മക്കളെ. അപ്പം റിപ്പീറ്റിലുള്ള നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ്, റിപ്പീറ്റിൽ ഇൻ്റഗ്രേറ്റിലെല്ലാം പറഞ്ഞു കൊടുക്കുന്ന റിസൾട്ടുകളാണ് ഇതൊക്കെ. അപ്പം k ഇൻറ്റു 8 ഇൻറ്റു ട്രേസ് ഓഫ് a ആണ്, 8 ഇൻറ്റു ട്രേസ് ഓഫ് a. അപ്പോൾ 8 ഇൻറ്റു ട്രേസ് ഓഫ് a എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റനിൽ 3 ആണ്. അപ്പോൾ 8 ഇൻറ്റു 3 24 ആണത്, 8 ഇൻറ്റു 3 24 വരും. അപ്പോൾ റിക്വയർഡ് ആൻസർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാണേണ്ടത് എന്താ വെച്ചാൽ ഡിറ്റ് ബി പ്ലസ് ട്രേസ് ബി ആണ്. ഡിറ്റ് ബി നമ്മൾ കണ്ടുപിടിച്ചു. ഇപ്പോൾ എത്രയാണ്, ദാറ്റ് ഈസ് ഡിറ്റ് ബി ഈക്വൽ ടു 2 റേസ് ടു 8 ആണ്. 2 റേസ് ടു 8 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 256 ആണ്. 256. അപ്പോൾ 256 പ്ലസ് 8 ആണ്. പ്ലസ് എത്രയായിരുന്നു, സോറി പ്ലസ് 24. 256 പ്ലസ് 24 ആണ്. അപ്പോൾ എത്ര 280 ആയിരിക്കും, 280 ആയിരിക്കും ആൻസർ, 280. 280 ഉള്ള ഓപ്ഷൻ നമുക്ക് എടുക്കാം, ചൂസ് ചെയ്യാം. ദാറ്റ് മീൻസ് കറക്റ്റ് ഓപ്ഷന് 4th ഓപ്ഷൻ ആയിരിക്കും, 280. സോ 280 ഈസ് ദ റിക്വയർഡ് ആൻസർ. ക്ലിയർ അല്ലേ മക്കളെ? അപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്യുന്ന പ്രോപ്പർട്ടി ഏതൊക്കെയാണ്, സിമ്പിൾ ക്വസ്റ്റൻ ആണ്, വലിയ ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല. ഒന്ന് ട്രേസിന്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നുണ്ട്, പിന്നെ അഡ്ജ് ഓഫ് അഡ്ജ് ചെയ്ത ഈ 3 ഞാൻ ഈ വൈറ്റിൽ എഴുതിയ ഈ 3 പ്രോപ്പർട്ടിയാണ് ഈ ക്വസ്റ്റനിൽ നമുക്ക് ആവശ്യം വരുന്നത്. ഇതാണ് ഇതിൽ അപ്ലൈ ചെയ്യുന്നുള്ളൂ. പ്രീവിയസ് പ്രോബ്ലത്തിൽ നമ്മൾ അപ്ലൈ ചെയ്തത് നോക്കി ഈ അതിലുള്ള 2 പ്രോപ്പർട്ടികൾ തന്നെ, ഈ 2 ക്വസ്റ്റനിലും ചോദിച്ചു നോക്കി ആ പ്രോപ്പർട്ടികൾ തന്നെയാണ് വന്നിട്ടുള്ളത്, ഡിറ്റർമിൻ്റെ പ്രോപ്പർട്ടീസ്. സോ മൂവിങ് ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. ജനുവരി 23 ജനുവരി ഷിഫ്റ്റ് 1 ചോദിച്ച ക്വസ്റ്റൻ ആയിരുന്നു. 23 ജനുവരി ഷിഫ്റ്റ് 1 ചോദിച്ച ക്വസ്റ്റൻ ആയിരുന്നു. നോക്കാം. ഇതിൽ
if എയും ബിയും and adj of A inverse plus adj of B inverse are non-singular matrices of same order, then the inverse of A into adj A inverse plus adj B inverse all inverse into B is equal to. ആണ് ക്വസ്റ്റ്യൻ. ഇതിൽ ഇൻവേഴ്സിന്റെ ഐഡിയ അറിയണം. അപ്പൊ ഇൻവേഴ്സ് എന്ന് പറഞ്ഞത് എ ഇൻവേഴ്സ് കാണാനുള്ള പ്രോപ്പർട്ടി നമുക്ക് ഇതിൽ ആവശ്യം വരുന്ന റിസൾട്ട് എ ഇൻവേഴ്സ് കാണാനുള്ള മാർഗം 1/dit A into adj ആണ്. അതാണ് നമുക്ക് എ ഇൻവേഴ്സിനെ കുറിച്ച് അറിയുന്നത്. പിന്നെ ഉള്ളത് അതുപോലെ റിവേഴ്സൽ ലോ എന്ന് പറഞ്ഞൊരു സാധനം, എ ബി ഇൻവേഴ്സ് എന്നുള്ളത് ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. ഇത് നമുക്ക് എത്ര വേണം എക്സ്റ്റെൻഡ് ചെയ്യാം, റിവേഴ്സൽ ലോ. ഇത് രണ്ടെണ്ണം നമുക്ക് മിനിമം അറിഞ്ഞിരിക്കണം ഈ പ്രോബ്ലത്തിലേക്ക് ആവശ്യമുള്ളത്. റിവേഴ്സൽ ലോ കണ്ടുപിടിക്കേണ്ട അഡ്ജ് ഓഫ് എ ഇൻവേഴ്സ് പ്ലസ് അഡ്ജ് ഓഫ് ബി ഇൻവേഴ്സ് ആണ്. അത് രണ്ടും നോൺ സിംഗുലർ മെട്രിക്സ് ഓഫ് സെയിം ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ദ ഇൻവേഴ്സ് ഓഫ് ഈ പറഞ്ഞ വലിയൊരു സാധനത്തിന്റെ ഇൻവേഴ്സാണ് കാണാൻ പറഞ്ഞത്. അത് കാണുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നും, പക്ഷെ ഈസിയർ ക്വസ്റ്റൻ ആണത്. എ ഇൻറ്റു നമുക്ക് പ്രൊസീഡ് ചെയ്ത് നോക്കാം. എ ഇൻറ്റു അഡ്ജ് എ ഇൻവേഴ്സ് പ്ലസ് അഡ്ജ് ബി ഇൻവേഴ്സ് അതിൻ്റെ ഇൻവേഴ്സ് ആ മൊത്തം ബ്രാക്കറ്റ് മൊത്തം മെട്രിക്സ് അഡ്ജ് എ ഇൻവേഴ്സ് പ്ലസ് അഡ്ജ് ബി ഇൻവേഴ്സിന് അതിനെ ഇൻവേഴ്സ് എടുക്കണം ഇൻറ്റു ബി. ഈ എൻ്റെ ടേം ആണ് എക്സ് എങ്കിൽ ആ എക്സിൻ്റെ ഇൻവേഴ്സ് ആണ് കാണാൻ പറഞ്ഞത്. അതായത് എക്സ് ഇൻവേഴ്സ് ആണ് ചോദ്യം. എക്സ് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് എടുക്കണം, ഇതിൻ്റെ മൊത്തത്തിന് ഇൻവേഴ്സ് എടുക്കണം. ഇതിൻ്റെ മൊത്തത്തിന് ഇൻവേഴ്സ് എടുക്കാൻ പറയുമ്പോൾ ഈ റിവേഴ്സലോ അനുസരിച്ച് നമുക്ക് എങ്ങനെ എഴുതാം, ബി ഇൻവേഴ്സ് ഇൻറ്റു ആരാ അഡ്ജ് ഓഫ് എ ഇൻവേഴ്സ് പ്ലസ് അഡ്ജ് ഓഫ് ബി ഇൻവേഴ്സ് ഓൾ ഇൻവേഴ്സ്. അതായത് അതിൻ്റെ ഇൻവേഴ്സിന് രണ്ട് ഇൻവേഴ്സ് ഉണ്ട്, അപ്പോൾ ആ ഇൻവേഴ്സ് വെട്ടിപ്പോവും, ഇൻറ്റു എ ഇൻവേഴ്സ്. ഇങ്ങനെ ആയി മാറും. ഈ ഇൻവേഴ്സ് എങ്ങനെ പോയി മക്കളെ, ഇൻവേഴ്സ് ഓഫ് ഓൾ ഇൻവേഴ്സ്. എ ഇൻവേഴ്സ് ഓൾ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ റീസൺ എന്താ വെച്ചാൽ എ ഇൻവേഴ്സ് ഓൾ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ എ ആണ്. എ ഇൻവേഴ്സ് ഓൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞത് എ ആണ്. അതനുസരിച്ചിട്ട് അങ്ങനെ വരും. അപ്പൊ ഇതിൽ നിന്ന് എക്സ് ഇൻവേഴ്സ് എന്തായി മാറി, എക്സ് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ അഥവാ നമുക്ക് ആവശ്യമുള്ളത്, അതായത് നമ്മളെ എയിം ഇതാണ്, ബി ഇൻവേഴ്സ് ഓഫ് അഡ്ജ് എ ഇൻവേഴ്സ് പ്ലസ് അഡ്ജ് ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. ഇത് ബ്രാക്കറ്റ് തുറന്നിട്ടുണ്ടെങ്കിൽ ബി ഇൻവേഴ്സ് അഡ്ജ് എ ഇൻവേഴ്സ് പ്ലസ് ബി ഇൻവേഴ്സ് അഡ്ജ് ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ആണ്. വീണ്ടും എ ഇൻവേഴ്സ് തുറന്നിട്ടുണ്ടെങ്കിൽ ബി ഇൻവേഴ്സ് അഡ്ജ് എ ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് പ്ലസ് ബി ഇൻവേഴ്സ് അഡ്ജ് ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. റെഡി. വീണ്ടും ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്ന പ്രോപ്പർട്ടി നോക്കുക. എ ഇൻറ്റു അഡ്ജ് എന്ന് പറഞ്ഞത്, അതേപോലെ അഡ്ജ് എ ഇൻറ്റു എ എന്ന് പറഞ്ഞത് ഡിറ്റ് എ ഇൻറ്റു ഐ ആണ്. ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. എ ഇൻറ്റു അഡ്ജ് എന്ന് പറഞ്ഞത് തന്നെയാണ് അഡ്ജ് എ ഇൻറ്റു എ എന്ന് പറഞ്ഞത് ഡിറ്റ് എ ഇൻറ്റു ഐ ആണ്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ അഡ്ജ് എ ഇൻറ്റു എക്ക് പകരം അഡ്ജ് എ ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സാണ്. അപ്പോൾ അത് ആർക്ക് തുല്യമാവണം, ഈ പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് ഈ പ്രോപ്പർട്ടി ഞാൻ ഇവിടെ അപ്ലൈ ചെയ്താൽ ഇവിടെ അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ ഇത് ബീൻ്റെ കേസിൽ ഇവിടെ അപ്ലൈ ചെയ്താൽ നമുക്ക് ഈ റിസൾട്ട്, ഈ ക്വസ്റ്റ്യൻ എന്തായി പറയാം, ബി ഇൻവേഴ്സ്. ഇത് അഡ്ജ് എ ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഡിറ്റ് എ ഇൻവേഴ്സ് ഇൻറ്റു ഐ എന്ന് എഴുതാം. ഡിറ്റ് എ ഇൻവേഴ്സ് ഇൻറ്റു ഐ എന്ന് എഴുതി കൂടെ, അഡ്ജ് എ ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സിന് പകരം ഡിറ്റ് എ ഇൻവേഴ്സ് ഇൻറ്റു ഐ എന്ന് എഴുതാം. പ്ലസ് ബി ഇൻവേഴ്സ് ഇൻറ്റു അഡ്ജ് ബി ഇൻവേഴ്സ് ആണ് ഡിറ്റ് ബി ഇൻവേഴ്സ് ഇൻറ്റു ഐ, പിന്നെ എ ഇൻവേഴ്സും വരും. റെഡി? ഇത്രയും ക്ലിയർ അല്ലേ മക്കളെ? ഇനി അതിനുശേഷം ബി ഇൻവേഴ്സ് ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ, ബി ഇൻവേഴ്സ് ഇൻറ്റു ഐ എന്ന് പറയുമ്പോൾ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻവേഴ്സിന് ബി ഇൻവേഴ്സ് ഇൻറ്റു ഐ എന്താ, ബി ഇൻവേഴ്സ് ഇൻറ്റു ഐ ഇൻറ്റു ഡിറ്റ് എ ഇൻവേഴ്സ്. ഡിറ്റ് എ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ വാട്ട് ഇസ് ഡിറ്റ് എ ഇൻവേഴ്സ്? ഡിറ്റ് എ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ 1/dit A ആണ്. അപ്പോൾ അത് നമ്മൾ അതിൽ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഇൻറ്റു 1/, അപ്പോൾ 1/dit എന്ന് വരും. പ്ലസ് അതിൽ
ഡിറ്റർമിനന്റ് ഓഫ് ബി ഇൻവേഴ്സ് ആണ് 1 ബൈ ഡിറ്റ് ബി. ഐ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ അഥവാ എ ഇൻവേഴ്സ് ഇൻറ്റു ഐ ഇൻറ്റു എ ഇൻവേഴ്സ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് ബി എന്ന് വരും. ബി ഇൻവേഴ്സ് ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ ബി ഇൻവേഴ്സ് ബി ഇൻവേഴ്സ് ബൈ ഡിറ്റ് എ പ്ലസ് എ ഇൻവേഴ്സ് ബൈ ഡിറ്റ് ബി എന്ന് വരും. ഇങ്ങനെ വരും. പക്ഷെ ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ഉണ്ടോ? ഇല്ലല്ലോ, ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ചെറുങ്ങനെ വീണ്ടും മോഡിഫിക്കേഷൻ വരുത്തേണ്ടി വരും. നമുക്കറിയാം എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞത് ആരാ? 1 ബൈ ഡിറ്റ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് ആ. അപ്പോൾ എ ഇൻവേഴ്സ് ഇൻറ്റു ഡിറ്റ് എ എന്ന് പറയുമ്പോൾ അഡ്ജ് ആണ്. സോ എ ഇൻവേഴ്സ് ഇൻറ്റു ഡിറ്റ് എ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എ ഇൻവേഴ്സ് ഇൻറ്റു ഡിറ്റ് എ എന്ന് പറയുന്നത് അഡ്ജ് എ ആണ്. എ ഇൻവേഴ്സ് ഇൻറ്റു ഡിറ്റ് എ എന്ന് പറയുന്നത് അഡ്ജ് എ ആണ്. അപ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്തു? ഇതിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി, അഡ്ജിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു അറിയോ? മോളും താലും ഡിറ്റ് എനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഈ ക്വസ്റ്റ്യനിൽ. അതായത് നോക്കി നോക്കണം, ബി ഇൻവേഴ്സ് ഇൻറ്റു, ഇവിടെ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഡിറ്റ് ബി കൊണ്ട് മോളിൽ മൾട്ടിപ്ലൈ ചെയ്തു, താഴെ ഡിറ്റ് എ ഇൻറ്റു ഡിറ്റ് ബി ആയി, പ്ലസ് എ ഇൻവേഴ്സ് ഇൻറ്റു ഡിറ്റ് എനെ കൊണ്ട് മോളിൽ മൾട്ടിപ്ലൈ ചെയ്തു, താഴെ ഡിറ്റ് എ ഇൻറ്റു ഡിറ്റ് ബി എന്ന് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ ചെയ്തു. അപ്പോൾ ഇതിൽ ബി ഇൻവേഴ്സ് ഇൻറ്റു ഡിറ്റ് ബി എന്ന് പറഞ്ഞത് ഇത് ആരായി മാറി? ദിസ് ബിക്കംസ് അഡ്ജ് ഓഫ് എന്തായി മാറി? അഡ്ജ് ഓഫ് ബി ഇൻവേഴ്സ് ആയി. അഡ്ജ് ഓഫ് ബി ആയി. അഡ്ജ് ഓഫ് ബി ഇത് ബൈ ഡിറ്റ് എ ഇൻറ്റു ഡിറ്റ് ബി പ്ലസ് ഇതെന്തായി മാറി മക്കളെ? അഡ്ജ് ഓഫ് എ ആയി. അഡ്ജ് എ ബൈ ഡിറ്റ് എ ഇൻറ്റു ഡിറ്റ് ബി എന്നായി മാറി. സോ ഡിറ്റ് എ ഇൻറ്റു ഡിറ്റ് ബി കോമൺ എടുക്കാം. ഇതിനെന്ത് ചെയ്യുക? 1 ബൈ ഡിറ്റ് എ ഇൻറ്റു ഡിറ്റ് ബി ഇൻറ്റു ആരായി? അഡ്ജ് ബി പ്ലസ് അഡ്ജ് എ ആയി. അഡ്ജ് ബി പ്ലസ് അഡ്ജ് എ ആയി. ഇങ്ങനെ ഓപ്ഷൻ ഉണ്ട്, അതിൻ്റെ കൂടെ പോവാം. ഡിറ്റ് എ ഇൻറ്റു ഡിറ്റ് ബിനെ ഡിറ്റ് എ ബി എന്ന് എഴുതാം അല്ലേ? അപ്പോൾ 1 ബൈ ഡിറ്റ് എ ബി അഡ്ജ് ബി പ്ലസ് അഡ്ജ് എ, അതായിരിക്കും ആൻസർ, ഫൈനൽ ആൻസർ. 1 by ഡിറ്റ് എ ബി ഇൻറ്റു 1 by ഡിറ്റ് എ ബി ഇൻറ്റു അഡ്ജ് ബി പ്ലസ് അഡ്ജ് എ. ദാറ്റ് മീൻസ് അഗെയിൻ ഫോർത്ത് ഓപ്ഷൻ തന്നെയാണ് ഇതിൻ്റെ ആൻസറും. അപ്പോൾ 23rd January ഷിഫ്റ്റ് 1 ചോദിച്ച ക്വസ്റ്റിൻ്റെ ആൻസർ ഫോർത്ത് ഓപ്ഷൻ ആയിരിക്കും. 1 by ഡിറ്റ് എ ബി ഇൻറ്റു അഡ്ജ് ബി പ്ലസ് അഡ്ജ് എ ആയിരിക്കും. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 4ാമത്തെ ദിവസത്തിലേക്ക് പോവാം. 23rd January ഷിഫ്റ്റ് 2 ചോദിച്ച ക്വസ്റ്റൻ ആയിരുന്നു. മെട്രിക്സിൽ തന്നെ മെട്രിക്സും അതേപോലെ മെട്രിക്സിൻ്റെ ഇക്വേഷനെല്ലാം വെച്ചിട്ടുള്ള സാധനം ഉണ്ടായിരുന്നു. സിസ്റ്റം ഓഫ് ഇക്വേഷൻ അല്ല, നമ്മൾ മെട്രിക്സ് മെത്തേഡ് എന്ന് പറയുന്ന ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? അത് വെച്ചിട്ട് ജസ്റ്റ് ഇതിൽ എനിക്കൊന്ന് മൾട്ടിപ്ലിക്കേഷൻ ആവശ്യമുള്ളൂ, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആവശ്യമുള്ളൂ. A23 എന്ന് പറഞ്ഞ വാല്യൂ കാണേണ്ടത്. ഒരു AIJ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് വന്നു, 3/3 മെട്രിക്സ് വന്നിട്ടുണ്ട്. A ഈക്വൽ ടു AIJ എന്ന് പറഞ്ഞൊരു 3/3 മെട്രിക്സ് വന്നിട്ട്, അപ്പോൾ ആ 3/3 മെട്രിക്സിനെ നമ്മൾ ഇതാക്കി എഴുതിയിരുന്നില്ല. A ഈക്വൽ ടു AIJ 3/3 മെട്രിക്സ് ആയിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ എഴുതിയെന്നിരിക്കുക. A11 A12 അതിൻ്റെ സീറ്റിംഗ് നമ്പർ എഴുതിയിരുന്നു. A13 A21 A22 A23 A31 A32 A33. എന്നിട്ട് പറഞ്ഞത് എന്താ വെച്ചാൽ ഈ A എന്ന് പറഞ്ഞ മെട്രിക്സ് ഒരു 3/1 മെട്രിക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വേറൊരു 3/1 മെട്രിക്സ് കിട്ടിക്ക്. അതേപോലെ A തന്നെ വേറൊരു 3/1 മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വേറൊരു 3/1 മെട്രിക്സ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ A തന്നെ 3/1 മെട്രിക്സ് കൊണ്ട് വേറെ മൾട്ടിപ്ലൈ 3/1 മെട്രിക്സ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിലെ A23 എന്താണെന്നാണ് ചോദിച്ചത്. A23 നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ വാല്യൂ മാത്രമാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, ഇത് മൊത്തം മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രം നോക്കിയാൽ മതി. അതായത് ഇതിനെ ഞാൻ A എന്ന് പറഞ്ഞ മെട്രിക്സ് അതിനെ ഈ 0 1 0 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി. A എന്ന് പറഞ്ഞാൽ ഈ മെട്രിക്സ് ഞാൻ 0 1 0 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ A11 A12 A13 A21 A22 A23 A31 A32 A33 ഇൻറ്റു 0 1 0 അത് മൾട്ടിപ്ലൈ ചെയ്താൽ 0 0 1 ആയിട്ടാ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇത് മൊത്തം മൾട്ടിപ്ലൈ ചെയ്തിട്ട് വെറുതെ സമയം പോക്കണം. നമുക്ക് A23 കണ്ട, അപ്പോൾ A23 വരുന്ന റോയോ കോളം മാത്രം എടുത്തിട്ട് ചെയ്താൽ മതി. അപ്പം ഞാൻ ഇതിന് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ സെക്കൻഡ് റോ എടുത്തു. സെക്കൻഡ് റോയിൽ A23 വരുന്നുണ്ട്, അതും ഇതും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു എലമെന്റ് കിട്ടും. ആ എലമെന്റ് ആണ് ഏത്? ഈ എലമെന്റ് 0. അപ്പോൾ നമുക്ക് ഒരു റിലേഷൻ കിട്ടുമല്ലോ. ആ റിലേഷനാണ് ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത്. A21 ഇൻറ്റു 0 പ്ലസ് A22 ഇൻറ്റു 1 പ്ലസ് A23 ഇൻറ്റു 0 ദാറ്റ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, A22 ഇൻറ്റു 1 0 ആയതുകൊണ്ട് A22 ഇൻറ്റു 1 ആണ് 0 ആയതുകൊണ്ട് തന്നെ A22യുടെ വില 0 എന്ന് ഉറപ്പിക്കാം.
A22 എന്ന് ഉറപ്പിക്കാം. വീണ്ടും ഇതേ പ്രൊസീജിയർ ഞാൻ അടുത്തതിന്, അപ്പോൾ ഫസ്റ്റത്തെ ഇതാണ് എടുത്തത്. ഇപ്പോൾ രണ്ടാമത്തേൽ ഇത് അപ്ലൈ ചെയ്തു. രണ്ടാമത്തേൽ അത് അപ്ലൈ ചെയ്യുമ്പോൾ A11, A12, A13, A21, A22, A23, A31, A32, A33 ഇൻറ്റു ഏതായിരുന്നു അടുത്തത്? 413 ആണ്. അതിനെ 413 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിരുന്നെങ്കിൽ എന്താ ആൻസർ കിട്ടിയത്? 010 കിട്ടുന്നുണ്ട്. 010. അപ്പോൾ വീണ്ടും എല്ലാം മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ സെക്കൻഡ് റോ ആണ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തത്. സെക്കൻഡ് റോ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തു. അതായത് ഈ റോയും ഈ കോളം മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് കിട്ടണം. അപ്പോൾ A21 ഇൻറ്റു 4A21 പ്ലസ് A22 ഇൻറ്റു 1 പ്ലസ് 3A23 ആണ് 1 ആവേണ്ടത്. ബട്ട് A22 0 ആയതുകൊണ്ട് തന്നെ ഇതിന് A22 ഇത് 0 ആയതുകൊണ്ട് തന്നെ 4A21 പ്ലസ് 3A23 എന്ന് പറഞ്ഞത് 1 ആണ് കിട്ടും. ദിസ് ഈസ് സെക്കൻഡ് ഇക്വേഷൻ. ഇതൊരു സെക്കൻഡ് ഇക്വേഷനാണ്. ഇതൊരു ഫസ്റ്റ് ഇക്വേഷൻ ആണെന്ന് മനസ്സിലായി. ഫസ്റ്റ് ഇക്വേഷൻ നമുക്കൊരു ആൻസർ ഓൾറെഡി കിട്ടി. അല്ല, ഇതിന് ഫസ്റ്റ് ഇക്വേഷൻ ആക്കി എടുക്കാം. ഓക്കെ, സെയിം പ്രൊസീജിയർ അടുത്തതിലും അപ്ലൈ ചെയ്തു. അടുത്ത മൂന്നാമത്തേൽ അപ്ലൈ ചെയ്താൽ തരും. മൂന്നാമത്തേൽ ഞാനത് അപ്ലൈ ചെയ്ത് നോക്കി. എ എന്നുള്ളത് അതായത് A11, A12, A13, A21, A22, അതേപോലെ തന്നെ A23, A31, A32, A33. അതിനെ ഞാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി? വീണ്ടും ലാസ്റ്റത്തെ ആരായിരുന്നു? 212 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് എന്താ കിട്ടേണ്ടത്? 100 കിട്ടണം. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ റോയും ഈ കോളവും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അടുത്ത സെക്കൻഡ് ഇക്വേഷൻ A21 ഇൻറ്റു 2A21 പ്ലസ് 1 ഇൻറ്റു A22 പ്ലസ് 2 ഇൻറ്റു A23 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ A22 0 ആയതുകൊണ്ട് തന്നെ ഇത് 2A21 പ്ലസ് 2A23 ദാറ്റ് ഈസ് 0 എന്ന് കിട്ടും. ഇത് 0 ആയതുകൊണ്ട് ഇപ്പോൾ സെക്കൻഡ് ഇക്വേഷൻ കിട്ടി. ഈ രണ്ട് ഇക്വേഷൻസ് ആക്ച്വലി സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ പോലെ ഉണ്ട്. A21 A23 ആണ് ഇവിടുത്തെ എക്സും വൈനും പകരമുള്ള വേരിയബിൾസ്. അപ്പോൾ അത് സോൾവ് ചെയ്താൽ നമുക്ക് A23 ഈസി ആയിട്ട് കിട്ടും. അപ്പം ഞാനത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നോക്കി നോക്കാം. ഫസ്റ്റ് ഇക്വേഷൻ ഏതാണ്? 4A21 പ്ലസ് 3A23 ഈക്വൽ ടു 1ഉം. സെക്കൻഡ് ഇക്വേഷൻ ആണ് 2A21 പ്ലസ് 2A23 ഈക്വൽ ടു 0. അപ്പം എനിക്ക് ആവശ്യം A23 ആണ്. അപ്പം ഏത് സെക്കൻഡ് ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സെക്കൻഡ് ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പം എന്തായി? 4A21 പ്ലസ് 4A23 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് തേർഡ് ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ തേർഡ് ഇക്വേഷന് ഫസ്റ്റ് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്തിരുന്നെങ്കിൽ 4A21 വെട്ടിപ്പോയി 4A23 മൈനസ് 3A23, അഥവാ A23 എന്നുള്ളത് -1 എന്ന് കിട്ടും. നമുക്ക് A23 ആയിരുന്നു കാണുന്നത്. A23യുടെ വില -1 ആണെന്ന് ഉറപ്പിക്കാം. ദാറ്റ് മീൻസ് ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, സോ ഫസ്റ്റ് ഓപ്ഷൻ -1 വിൽ ബി ദ ആൻസർ. സോ മൂവിങ് ടു ദ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. അഞ്ചാമത്തെ ദിവസത്തിലേക്ക് പോവാണ്. 24th January ഷിഫ്റ്റ് 1 ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. Let A be a 3x3 matrix such that X transpose A into X equal to ഒരു 0 matrix ആണ്. For all non-zero 3x1 matrices, capital X എന്നുള്ളത് X, Y, Z. If A into 1, 1, 1 അതാണ് 1, 4, -5 ആണ് തന്നിട്ടുണ്ട്. അതുപോലെ A എന്ന് പറഞ്ഞ മെട്രിക്സിനെ 1, 2, 1 എന്ന് പറഞ്ഞ മെട്രിക്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് 0, 4, -8 ആണ് നമുക്ക്. ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജ് ഓഫ് 2 into A plus 1 ഈക്വൽ ടു ആണ് കേട്ടോ അത് മക്കളെ. ഈക്വൽ ടു 2 raised to alpha into 3 raised to beta into 5 raised to gamma. ആൽഫ ബീറ്റ ഗാമ നാച്ചുറൽ നമ്പർ ആണെന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് ഗാമ സ്ക്വയർ എന്താണെന്നാണ് ചോദ്യം. ഇൻറ്റിജർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിൽ കുറച്ച് ലെങ്തിയർ പ്രോബ്ലം ആണിത്. ഇതിൽ നമുക്ക് മക്കളെ ആദ്യം എക്സ് തന്നിട്ടുണ്ട് അല്ലേ.
എക്സ് എക്സ് വൈ സെഡ് ആണ്. അപ്പോൾ എക്സ് ട്രാൻസ്പോസ് എന്തായിരിക്കും മക്കളെ? എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞാൽ ഒറിസോണൽ ആയിട്ട് ഇത് 3/1 മെട്രിക്സ് ആണെങ്കിൽ ഇത് 1/3 മെട്രിക്സ് ആണ്. ഇതിൽ നമുക്ക് തന്നിരിക്കുന്നത് എക്സ് ട്രാൻസ്പോസ് ഇൻറ്റു എ എക്സ് ഈക്വൽ ടു 0 ആണ് ഫോർ ഓൾ നോൺ സീറോ 3/1 മെട്രിക്സസ്. അപ്പോൾ ഈ എക്സും വൈയും സെറ്റും ഒക്കെ നോൺ സീറോ ആണ്. അതായത് എക്സും വൈയും സെറ്റും ഒന്നും സീറോ ആവുന്നില്ല. ഓൾ നോൺ സീറോ 3/1 മെട്രിക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എ എന്ന് പറഞ്ഞ മെട്രിക്സ് ഞാൻ A1 A2 A3 B1 B2 B3 C1 C2 C3 എന്ന് എടുത്തു. എക്സ് ട്രാൻസ്പോസ് ആരാ? എക്സ് വൈ സെഡ് ആണ്. എക്സ് വൈ സെഡ് ഇൻറ്റു A1 A2 A3 B1 B2 B3 C1 C2 C3 ഇൻറ്റു എക്സ് വൈ സെഡ്. ഇങ്ങനെ എഴുതാം, എക്സ് വൈ സെഡ്. ഓക്കെ, ഇതൊരു സീറോ മെട്രിക്സ് അത് തന്നിട്ടുണ്ട്. ഇത് ഇക്വേറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഇതും ആദ്യം മൾട്ടിപ്ലൈ ചെയ്തിരുന്നെങ്കിൽ ഇതിൻ്റെ 3/1 ആണ്, ഇത് 3/3 ആണ്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാൻ ഇത് 1/3 ആണ് ഇതിൻ്റെ ഓർഡർ. 3/3 മൾട്ടിപ്ലൈ ചെയ്തിരുന്നെങ്കിൽ ഇറ്റ് ഈസ് 1/3 വരും. അപ്പോൾ ഈ റോയും ഈ കോളം ആണ് എടുക്കേണ്ടത്. അതാണ് ഫസ്റ്റ് എലമെന്റ് വരിക. അപ്പം എന്ത് വരും? ആ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്താൽ A1x പ്ലസ് B1y പ്ലസ് C1z. ഇതാണ് ഫസ്റ്റ് എലമെന്റ്. A1x പ്ലസ് B1y പ്ലസ് C1z അതാണ് ഫസ്റ്റ് എലമെന്റ്. അതേപോലെ ഇത് അടുത്ത ചെയ്തിരുന്നെങ്കിൽ A2x പ്ലസ് B2y പ്ലസ് C2z. അതേപോലെ A3x പ്ലസ് B3y പ്ലസ് C3z. ഈ മെട്രിക്സും പിന്നെ ഏത് മെട്രിക്സ് എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞ മെട്രിക്സും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ ഒരു സീറോ മെട്രിക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് വൈ സെഡ് ഇതിന്റെ ഓർഡർ 3 ഇപ്പൊ കിട്ടിയത് നമുക്ക് 1/3 ഇതിന്റെ ഓർഡർ 3/1 ആണ്. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ 1/1 ആയിരിക്കും. ഒറ്റ എലമെന്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക? ഈ റോയും ഈ കോളം മൾട്ടിപ്ലൈ, ഇത് ഇയാളായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അതായത് ഈ യെല്ലോ കളറാണ് ഒരുമിച്ച് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, ഇതും. അപ്പൊ അത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക? A1x സ്ക്വയർ പ്ലസ് B1xy പ്ലസ് C1xz. അതേപോലെ ഈ അണ്ടർലൈൻ ചെയ്ത ഇത് രണ്ടുമാണ് അടുത്ത മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. പ്ലസ് ആരായിരിക്കും? A2xy പ്ലസ് B2y സ്ക്വയർ പ്ലസ് C2yz പ്ലസ് ഇത് ഈ ക്രോസ് ഇട്ട് രണ്ടെണ്ണമാണ് പിന്നെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. പ്ലസ് ആരാ? A3xz പ്ലസ് B3yz പ്ലസ് C3z സ്ക്വയർ. ഇതാണ് നൾ മെട്രിക്സ്. ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡ് അങ്ങനെ വരും. അത് ഞാൻ ഇക്വേറ്റ് ചെയ്ത് ഇങ്ങനെയാണ്. ഈ ഒരു എലമെന്റും വരും, ഇപ്പുറത്ത് 0 എന്ന് പറഞ്ഞ ഒറ്റൊരു എലമെന്റും ആണ്. അപ്പൊ അത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും റിലേഷൻ? അപ്പൊ ഇതിൽ നിന്ന് എക്സ് സ്ക്വയർ ടേം എല്ലാം ഒരുമിച്ച് എടുത്തിരുന്നെങ്കിൽ എന്താ വരിക? ദാറ്റ് ഈസ് A1 പ്ലസ് A1x സ്ക്വയർ അല്ലെങ്കിൽ A1x സ്ക്വയർ പ്ലസ് B2y സ്ക്വയർ പ്ലസ് C2z സ്ക്വയർ B2y സ്ക്വയർ പ്ലസ് C3z സ്ക്വയർ പ്ലസ് എക്സ് വൈ ടേംസ് ആരൊക്കെയാ വെച്ചാൽ B1 പ്ലസ് A2 ഇൻറ്റു XY. അതേപോലെ തന്നെ എക്സ് സെഡ് ടേംസ് ആണെങ്കിലോ YZ ടേംസ് ആരൊക്കെയാ? C2 പ്ലസ് B1 പ്ലസ് A2 വന്നു. അതേപോലെ YZ ആണെങ്കിൽ C2 പ്ലസ് B3YZ പ്ലസ് എക്സെഡ് ടേംസ് ആരൊക്കെ? A3 പ്ലസ് C1xz. ഇതാണ് സീറോ ഇക്വേറ്റ് ചെയ്യേണ്ടത്. നമുക്കറിയാം സീറോ എന്ന് പറയുമ്പോൾ എന്താണ്? റൈറ്റ് സൈഡിൽ 0 എന്ന് പറഞ്ഞ എലമെന്റ്. ഇത് സീറോ മെട്രിക്സ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ 0 എന്ന് പറഞ്ഞ എലമെന്റുമായിട്ട് ഇക്വേറ്റ് ചെയ്തത്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ വലിയൊരു എക്സ്പ്രഷൻ ഉണ്ട്. എക്സ് സ്ക്വയറും വൈ സ്ക്വയറും സെഡ് സ്ക്വയർ എക്സ് വൈ ടേമും വൈ സെഡും എക്സ് സെഡ് ടേമും റൈറ്റ് സൈഡിൽ വെറും 0 ആണ്. അങ്ങനെ ആവണമെങ്കിൽ എന്തായിരിക്കണം? ഈ ഓരോന്നും
കാരണം ഇത് നോക്കി ഞങ്ങൾ ഇത് A1 x square plus B1 ഇതിൽ എക്സ് സ്ക്വയറിന്റെ കോഫിഷ്യന്റ് മസ്റ്റ് ആയിട്ട് എന്തായിരിക്കണം 0 ആവണം. അതായത് എങ്കിലാണ് എക്സ് സ്ക്വയർ ടേം ഇല്ലാണ്ട് കൂടും. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ എക്സ് സ്ക്വയർ ടേം ഇല്ലല്ലോ, അപ്പോൾ A1 0 ആയിരിക്കണം. അതേപോലെ തന്നെ B2 0 ആവണം. അതേപോലെ തന്നെ C3 0 ആവണം. നല്ലത് നടക്കുള്ളൂ റൈറ്റ് സൈഡ് 0 ആവണമെങ്കിൽ. അതുപോലെ B1 പ്ലസ് A2 എന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് 0 ആയിരിക്കണം. അതുപോലെ C2 പ്ലസ് B3 എന്ന് പറഞ്ഞത് 0 ആവണം. അതേപോലെ തന്നെ A3 പ്ലസ് C1 0 ആയിരിക്കണം. ഇങ്ങനെയാണ് വരിക. അപ്പോൾ പുതിയ നമ്മളെ മെട്രിക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? B1 പ്ലസ് A2 എന്ന് പറഞ്ഞത് ഇങ്ങനെ എഴുതിയാൽ A1 B2 C3 0 ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മളെ മെട്രിക്സിന് നമുക്ക് A എന്ന് പറഞ്ഞ മെട്രിക്സിന് നമുക്ക് എങ്ങനെ എഴുതാം? A എന്ന് പറഞ്ഞ മെട്രിക്സ് A1 B2 C3 അതായത് ഇതെല്ലാം 0 ആണ്. A2 B2 A1 B2 C3 A1 B2 C3 0 ആണ്. നമ്മൾ ആ മെട്രിക്സ് നമുക്ക് മാറ്റി എഴുതിയിരുന്നത് എങ്ങനെ എഴുതാം? A എന്ന് പറഞ്ഞത് 0 0 0 പിന്നെ ആരൊക്കെയായിരുന്നു മക്കളെ? B2 A3 ഇവിടെ B2 ഉണ്ട്, സോറി B1 ഉണ്ട് അവിടെ. ഇങ്ങനെ കൂടെ A2 A3 B1 B3 C1 C2. ഇനി വീണ്ടും ക്വസ്റ്റ്യൻ അടുത്ത പാർട്ട് തന്നിരിക്കുന്ന മക്കളെ ഈ മെട്രിക്സ് ഇപ്പൊ നമ്മൾ ഈ A എന്ന് പറഞ്ഞ മെട്രിക്സ് ആരായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്? ഈ 1 1 1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തോ ഒരു ആൻസർ ഉണ്ട് അല്ലേ? അത് ഇക്വേറ്റ് ചെയ്യാം നമുക്ക് അടുത്തതിൽ. അപ്പോൾ 0 A2 A3 B1 0 B3 C1 C2 0 ഇൻറ്റു 1 1 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈക്വൽ ടു ആരായി മാറി? 1 4 മൈനസ് 5 ആയി. 1 4 മൈനസ് 5. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാ വെച്ചാൽ ഈ റോയും ഈ കോളവും 0 ഇൻറ്റു A2 പ്ലസ് A3 A2 പ്ലസ് A3 എന്തായി മാറി? 1 ആയി മാറി. A2 പ്ലസ് A3 1 ആണെന്ന് മനസ്സിലായി. B1 പ്ലസ് B3 4 ആണ്. C1 പ്ലസ് C2 എന്ന് പറഞ്ഞത് മൈനസ് 5 ആയി. C1 പ്ലസ് C2 എന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് മൈനസ് 5 ആയി. റെഡി? സെയിം പ്രൊസീജിയർ നമുക്ക് ഏതിനും അപ്ലൈ ചെയ്യാം. അടുത്ത ഒരെണ്ണം കൂടി തന്നിട്ടുണ്ട് അതേ കണ്ടീഷനിൽ അല്ലേ? A എന്ന് പറഞ്ഞത് A1 A2 A3 B1 B2 B3 C1 C2 C3 ആണ്. അതിൽ നമ്മൾ എന്ത് ചെയ്തു? അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം? ഇനി ഇതിനെന്ത് ചെയ്യാൻ പറ്റും? C1 പ്ലസ് C2 മൈനസ് 5 ആണ്. അപ്പോൾ A എന്ന് പറഞ്ഞത് വീണ്ടും എന്ത് ചെയ്തു? 0 A2 A3 B1 0 B3 C1 C2 0 ഇൻറ്റു അടുത്ത ആരായിരുന്നു മക്കളെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 1 2 1 1 2 1 മൾട്ടിപ്ലൈ ചെയ്തിരുന്നെങ്കിൽ 1 2 1 മൾട്ടിപ്ലൈ ചെയ്തിരുന്നെങ്കിൽ ആൻസർ എന്ത് വരും? 0 4 മൈനസ് 8. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും മക്കളെ? 2 A2 പ്ലസ് A3 ദാറ്റ് ഇസ് ഈക്വൽ ടു 0 ആയി മാറും. അതുപോലെ B1 പ്ലസ് B3 എന്ന് പറഞ്ഞത് 4 ആവും. അതുപോലെ C1 പ്ലസ് 2 C2 ദാറ്റ് മൈനസ് 8 വരും. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഇനി എന്ത് ചെയ്യാം? ബാക്കി എലമെന്റ്സ് കണ്ടുപിടിച്ചിട്ട് ആ മെട്രിക്സ് കണ്ടുപിടിക്കാൻ പറ്റും. കുറച്ച് ലെങ്തിയർ ആണ്. എന്നിട്ട് ആ മെട്രിക്സ് കണ്ടുപിടിച്ചിട്ട് അതിനെ ഡിറ്റർമിൻ എടുത്തിട്ട് അങ്ങനെ വീണ്ടും പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പം A2 പ്ലസ് A3 1 ആണ്. A2 പ്ലസ് A3 ഇവിടെ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ B1 പ്ലസ് A2 0 ആണെന്നറിയാം. അപ്പൊ ഇതിൽ നിന്ന് A2 എന്ന് പറഞ്ഞത് അതായത് ഇവിടെ നിന്ന് വേറെ റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതുണ്ട്, ഇത് അപ്ലൈ ചെയ്യാം, ഇതും അപ്ലൈ ചെയ്യാം.
ഇത്രയും അപ്ലൈ ചെയ്താൽ നമുക്ക് ബാക്കിയുള്ള വാല്യൂസ് കിട്ടും. നമുക്കറിയാം B3 എന്ന് പറഞ്ഞത് നമുക്ക് A1 നമുക്കറിയാം അല്ലേ, A1 B2 C3 അറിയാം, A1 B2 C3 അറിയാം. ഇത് സോൾവ് ചെയ്യുമ്പോൾ അതായത് 2A2 + A3 0 ആണ്, A2 + A3 1 ആണ്. അപ്പം ഞാൻ A2 + A3 1 ആണ്, 2A2 + A3 0 ആണ്. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇതിൽ നമുക്ക് 2A2 A2 കുറച്ചിരുന്നെങ്കിൽ A2 എന്ന് പറഞ്ഞത് -1 ആണെന്ന് കിട്ടി. A2 -1 ആണെന്ന് കിട്ടിയാൽ മെച്ചം എന്താ വെച്ചാൽ A3 കിട്ടും. A3 എന്താണ്? A3 A2 -1 കിട്ടിയാൽ അത് ഇതിൽ കൊടുത്തിരുന്നെങ്കിൽ A3 എന്തായിരിക്കും? A2 -1 ആകുമ്പോൾ A3 2 ആണെന്ന് കിട്ടി. അതിന് പുറമേ നമുക്ക് വേറൊരു സാധനം കൂടി കിട്ടും. ഇവിടുന്ന് നോക്ക്, B1 + A2 0 ആണ്. B1 + A2 0 ആയതുകൊണ്ട് തന്നെ B1 കിട്ടും. B1 എന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് -A2 ആണ്. അപ്പൊ B1 1 ആണെന്ന് കിട്ടി. ഇതേ പ്രൊസീജിയറിൽ നമുക്ക് അപ്പൊ ഇനി എന്തൊക്കെ കിട്ടി? ഇപ്പൊ നമുക്ക് കിട്ടിയ വാല്യൂസ് ഇപ്പൊ ഏതൊക്കെ കിട്ടി? A1 B2 C3 കിട്ടി. അതേപോലെ തന്നെ ഇപ്പൊ കിട്ടിയത് A2 കിട്ടി, A3 കിട്ടി, B1 കിട്ടി. ഇനി മക്കളെ ഇതേപോലെ തന്നെ B1 + B3 4 ആണെന്ന് അറിയാം. അതുപോലെ C1 + 2C2 നോക്ക്, ഈ ഇക്വേഷൻ C1 + C2 -5 ആണെന്ന് അറിയാം. അതേപോലെ തന്നെ C1 + 2C2 -8 ആണെന്ന് അറിയാം. C1 + 2C2 -8 ആണെന്ന് അറിയാം. ഇത് സബ്ട്രാക്ട് ചെയ്തിരുന്നെങ്കിൽ C2 എന്ന് പറഞ്ഞത് -8 -5 അഥവാ -3 എന്ന് വരും. അപ്പൊ C2 -3 ആണെങ്കിൽ C1 എന്തായി? C1 = -5 + 3 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് -2 ആണ്. C1 + C2 -5 ആയതുകൊണ്ട് തന്നെ C2 -3 അങ്ങോട്ട് പോകുമ്പോൾ -2 ആയി. C1 -2 ആണെന്ന് മനസ്സിലായി. അപ്പൊ C2 കിട്ടി, C1 കിട്ടി. C2 C1 കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഇവിടുന്ന് A3 + C1 കിട്ടും. A3 + C1 ആണ്. A3 + C1 ആരാന്നറിയാം? ദാറ്റ് ഈസ് 0 ആണ്. അപ്പം A3 എന്ന് പറയുമ്പം ആരായിരിക്കും? -C1 ആയതുകൊണ്ട് തന്നെ ദാറ്റ് ഈസ് +2 ആയി മാറി. A3 കിട്ടി. അതേപോലെ തന്നെ പിന്നെ ആരാളുള്ളത് മക്കളെ? ഇതിൽ നിന്ന് C1 C2 കിട്ടി. അതേപോലെ തന്നെ പിന്നുള്ളത് മക്കളെ ഏതായിരുന്നു? A3 + C1. നമുക്ക് ഇനി ആവശ്യമുള്ളത് B1 + A2, B3 + C2, C2 + B3 0 ആണ്. C2 + B3 0 ആണ്. C2 + B3 0 ആണ്. അപ്പൊ B3 എന്ന് പറഞ്ഞത് -C2 ആണ്. B3 ആരാണ്? 3 ആണ്. B3 എന്ന് പറയുമ്പോൾ -C2 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 3 ആണ്. അതാണ്. ഇത് വെച്ച് നമുക്ക് ആ മെട്രിക്സ് ഒന്ന് എഴുതി നോക്കാം. എല്ലാ വാല്യൂസ് ഏകദേശം കിട്ടിയിട്ടുണ്ട്. മെട്രിക്സ് A എഴുതിയിരുന്നെങ്കിൽ A1 A2 A3 എന്തായിരുന്നു? നമ്മൾ മെട്രിക്സ് ഇതാണ്: A1 A2 A3 B1 B2 B3 അതേപോലെ തന്നെ C1 C2 C3. ഈ മെട്രിക്സിൽ A1 B2 C3 നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മൾ ആരായിരുന്നു? 0 0 0 ആയിരുന്നു. A1 B2 C3 A1 B2 C3 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. A1 B2 C3 കണ്ടുപിടിച്ചു, 0 ആണെന്ന് കണ്ടുപിടിച്ചു. പിന്നെ ഇനി എന്താ ചെയ്യേണ്ടത് നോക്കി നോക്കുക. ഓരോ ബാക്കിയുള്ള വാല്യൂസ് A2 -1 ആണെന്നറിയാം. അതേപോലെ A3 2 ആണെന്നറിയാം. അപ്പം -1 2, അപ്പം -1 ആണിത്, ഇത് 2 ആണ്. -1 2. അതേപോലെ അപ്പം അത് രണ്ടും ആക്കി ചെയ്തു. ഇനി B1 B3 അറിയാം. B1 1 B3 3 1 3. അതുപോലെ C1 നമുക്കറിയാം -2, C2 ആരാണ്? C2 -3, -2 -3. ഇതാണ്. അപ്പൊ ക്വസ്റ്റ്യൻ ബാക്കി കഴിഞ്ഞു. ക്വസ്റ്റ്യൻ ഇനി നമുക്ക് ഈസിയാണ് പാർട്ട്. ക്വസ്റ്റ്യനിൽ എന്താ അടുത്ത പാർട്ടിൽ എന്താ വെച്ചാൽ ഈ A+I കണ്ടുപിടിക്കണം. A+I കണ്ടുപിടിക്കണം. അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഡിറ്റർമിൻഡ് ഓഫ് അഡ്ജ് ഓഫ് 2 × A+I. അപ്പൊ A+I ഒന്ന് കണ്ടുപിടിച്ചു നോക്കാം ആദ്യം. ഇതാണ് A. I എന്ന് പറയുമ്പോൾ ആരായിരുന്നു? 1 0 0 0 1 0 0 0 1 ആണ്. സോ A+I എന്ന് പറയുമ്പോൾ ആരായിരിക്കും? A+I എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 1
-1 2 1 1 3 -2 -3 1. ദിസ് ഈസ് എ പ്ലസ് ഐ. ഇതാണ് എ പ്ലസ് ഐ എന്ന് പറയുമ്പോൾ. അപ്പോൾ എ പ്ലസ് ഐ ഇതാന്ന് കിട്ടി. ഇനി എന്താ ചോദിച്ചാൽ എ പ്ലസ് ഐ കിട്ടി. സോ ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജ് ഓഫ് 2a പ്ലസ് ഐ 2 × a പ്ലസ് ഐ. ഡിറ്റർമിനന്റ് ഓഫ് എന്താ നമുക്ക് കണ്ടുപിടിക്കുന്നത്? ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജ് ഓഫ് 2 × a പ്ലസ് ഐ. Edge of 2 × a plus I. Edge of 2 × a plus I. Edge of 2 × a plus I. അതിന് ഡിറ്റർമിനന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജ് കണ്ടുപിടിക്കാൻ വി ഹാവ് എ റിസൾട്ട്. എന്താ? ഡിറ്റ് ഓഫ് എന്തായിരുന്നു? ഡിറ്റ് ഓഫ് ഈ പറഞ്ഞ സാധനം ഇതാണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് എന്തായിരിക്കും? 2 × a plus I റേസ് ടു ആരായിരിക്കും? 3/3 ആകുമ്പോൾ സ്ക്വയർ വരും. ഇത് 2/2 2 ആയതുകൊണ്ട് ആ 2 പുറത്തേക്ക് എടുക്കുമ്പോൾ ദാറ്റ് ഈസ് 2 ക്യൂബ് വരും ഇൻറ്റു സ്ക്വയർ വരും ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് a plus I ആയിരിക്കും. സോ 2⁻6 വരും. 2⁻6 ഇൻറ്റു a plus I ൻ്റെ ഡിറ്റർമിനന്റ്. a plus I ൻ്റെ ഡിറ്റർമിനന്റ് നമുക്ക് സെപ്പറേറ്റ്ലി കണ്ടുപിടിക്കാം. a plus I ൻ്റെ ഡിറ്റർമിനന്റ് എന്തായിരുന്നു? a plus I ൻ്റെ ഡിറ്റർമിനന്റ് പ്ലസ് മൈനസ് പ്ലസ് ആണ്. സോ +1 ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് a plus I എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എന്തായിരിക്കും മക്കളെ? +1 ഇൻറ്റു അതുള്ള റോയും കോളം ഇതാക്കുമ്പോൾ 1 + 9 1 + 9 മൈനസ് +1 ഇൻറ്റു 1 ഉള്ള റോയും കോളം വെട്ടിയാൽ എന്ത് വരും? ഇറ്റ് 1 + 6 +2 ഇൻറ്റു 2 ഉള്ള റോയും കോളം വെട്ടിയാൽ എന്ത് വരും? ഇറ്റ് ഈസ് -3 + 2. സോ 10 പ്ലസ് ആരായിരുന്നു? 7 -1 അപ്പോൾ -2 വരും. ദാറ്റ് ഈസ് 15 വരും. ഡിറ്റർമിനന്റ് ഓഫ് a plus I 15 വരും. അപ്പോൾ 2⁻6 × 15 ആയിരിക്കും ഡിറ്റർമിനന്റ്. 2⁻6 × 15. 2⁻6 എന്ന് പറയുമ്പോൾ 2⁻6 × 15 ആയിരിക്കും ഇതിൻ്റെ ആൻസർ. ഇനി അത് ആരായിട്ട് കമ്പയർ ചെയ്യണമെന്ന് പറഞ്ഞത്? 2⁻6 × 15. 15 വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 15 നമുക്ക് 2⁻6 × 15 2⁻6 × 3 × 5 എന്ന് എഴുതാം. ഇത് ആരായിട്ട് കമ്പയർ ചെയ്യണമെന്ന് പറഞ്ഞത് അവര്? 2⁻α 3⁻β 5⁻γ. 2⁻α 3⁻β 5⁻γ. അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ ആൽഫയുടെ വില 6 ആന്ന് കിട്ടും, ബീറ്റയുടെ വില 1 ആന്ന് കിട്ടും, ഗാമയുടെ വില 1 ആന്ന് കിട്ടും. ഓക്കെ, ആൽഫയും ബീറ്റയും ഗാമയും കിട്ടി. ഇനി എന്താ ചോദിച്ചത്? ആൽഫയും ബീറ്റയും ഗാമയും കണ്ടാൽ പോരാ. α² + β² + γ². ആൽഫയുടെ വില എത്രയായിരുന്നു? നമ്മൾ കണ്ടു 6 ആണ് അല്ലേ? 6². ബീറ്റയുടെ വില 1 ആണ് പ്ലസ് ഗാമയുടെ വിലയും 1 ആണ്. ബീറ്റയുടെ വില 1 തന്നെയല്ലേ? (2⁻6) ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് AI ഹോൾ സ്ക്വയർ. അവിടെ ഒരു സ്ക്വയർ മിസ്സായില്ല മക്കളെ, ഇവിടെ ഒരു സ്ക്വയർ മിസ്സായി. സോറി. ഡിറ്റർമിനന്റ് 2³ സ്ക്വയറും പിന്നെ ഇവിടെ ഒരു സ്ക്വയറും ഉണ്ടാവില്ലേ? ഹോൾ സ്ക്വയറിലല്ലേ വരുന്നത്. അപ്പോൾ 2³ 2⁻6 വരും. ഇവിടെ 2⁻6 വരും. ഡിറ്റർമിനന്റ് ഓഫ് AI ന്റെ വില നമ്മളിപ്പോൾ ഓൾറെഡി 15 കണ്ടുപിടിച്ചു. അപ്പോൾ ഇൻറ്റു 15 സ്ക്വയർ വരില്ലേ? അപ്പോൾ 2⁻6 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 5 3² ഇൻറ്റു 5² ആണ് വരിക. അപ്പോൾ അതാണ് 2⁻α ഇൻറ്റു 3⁻β ഇൻറ്റു 5⁻γ ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ α6 വരും, β2 വരും, γ2 വരും. അപ്പോൾ α² + β² + γ² എന്ന് പറയുമ്പോൾ α² + β² + γ² എന്ന് പറയുമ്പോൾ that is 6² + 2² ആണ്. ഇതാണ് ആൻസർ വരിക. അപ്പോൾ എത്രയായിരിക്കും? 36 + 40 44 ആയിരിക്കും ആൻസർ. 44 വിൽ ബി ദ ആൻസർ. 44 ആയിരിക്കും. ലെങ്തിയർ ആണ് പ്രോബ്ലം, ഭയങ്കര ലെങ്തിയർ ആണ്. പക്ഷെ ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഐഡിയ ഒന്നുമില്ല. ഇക്വേറ്റ് ചെയ്യാനുണ്ട്, കുറേ സ്റ്റെപ്പുകളുണ്ട്. ഈസി ലെങ്തിയർ ആണെന്നേ ഉള്ളൂ. ഓക്കെ,
പ്രിഡിക്റ്റ് എ പ്ലസ് ഐ 15 ആണ്. അപ്പോൾ പ്രോപ്പർട്ടി എല്ലാം കൂടി അപ്ലൈ ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ ആണ്. എനിക്ക് തോന്നുന്നു കുറേ സമയം കൺസ്യൂമിങ് ആണ് ആക്ച്വലി ഈ ക്വസ്റ്റൻ ചെയ്യാൻ. സോ ആൻസർ ഈസ് 44 ആയിരിക്കും റിക്വയർഡ് ആൻസർ. So moving to the next question. 28 January shift 1 ചോദിച്ച ക്വസ്റ്റൻ ആയിരുന്നു. Let M denote the set of all real matrices of order 3 by 3 and let S equal to set -3 -2 -1 1 2. മൂന്ന് സെറ്റുകൾ വേറെ തന്നിട്ടുണ്ട്. S1 S2 S3. S1 എന്ന് പറഞ്ഞ സെറ്റ് തന്നത് A എന്ന് പറഞ്ഞൊരു മെട്രിക്സ് AIJ belongs to M such that A equal to A transpose and AIJ belongs to S for all I, J. രണ്ടാമത് S2 എന്നിട്ട് വേറൊരു സെറ്റ് തന്നിട്ട് A equal to AIJ belongs to M. A എന്ന് പറഞ്ഞത് -A⁻T ആണ് and AIJ belongs to S for all I, J. S3 എന്ന് പറഞ്ഞാൽ മൂന്നാമതൊരു സെറ്റും തന്നിട്ടുണ്ട്. ഇതേപോലെ A11 A22 A33 എല്ലാം കൂടി കൂട്ടിയ 0 ആണെന്നും പറഞ്ഞു. അതായത് ഡയഗണൽ എലമെന്റ്സ് 0 ആണ് സം ചെയ്താൽ. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ഈ മൂന്ന് സെറ്റുകളിൽ S1 യൂണിയൻ, ഇത് ക്വസ്റ്റ്യൻ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് മക്കളെ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, കറക്ഷൻ എങ്ങനെയുണ്ട്, N ഓഫ് S1 യൂണിയൻ S2 യൂണിയൻ S3. ഇതാണ് 125 ആൽഫ എന്ന് തന്നത്. അങ്ങനെ ആൽഫ എന്താണെന്നാണ് ചോദ്യം. ഈ ഒരു ക്വസ്റ്റ്യൻ ആക്ച്വലി പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനും അതേപോലെ തന്നെ മെട്രിസസും കൂടി കണക്ട് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ആദ്യം പറഞ്ഞത് M denotes set of all real matrices of order 3 by 3 and S എന്ന് പറഞ്ഞതാണ് ഈ നമ്പേഴ്സുകളാണ് അതിൽ കൊടുക്കാൻ പറ്റുക. അപ്പോൾ M എന്ന് പറഞ്ഞ മെട്രിക്സ് ഞാൻ തൽക്കാലം 3 by 3 മെട്രിക്സ് ആയതുകൊണ്ട് A1 A2 A3 B1 B2 B3 C1 C2 C3 ആണെന്ന് ഇരിക്കാം. ഇതിൽ ഈ എലമെന്റ്സുകളാണ് ഇതിൽ കൊടുക്കാൻ പറ്റുള്ളൂ. -3 -2 -1 1 2 ആണ്. ഇതാണ് എലമെന്റ്സ് ആയിട്ട് കൊടുക്കാൻ പറ്റുക. അപ്പോൾ ഇതിനകത്തുള്ള ഈ എലമെന്റ്സ് എല്ലാം എന്തായിരിക്കണം, എസ് എന്ന് പറഞ്ഞ സെറ്റിൽ പെട്ട എലമെന്റ്സ് ആയിരിക്കണം. -3 -2 -1 1 2 ആണ്. എന്നിട്ട് S1 എന്ന് പറഞ്ഞ സെറ്റ്. അപ്പൊ S1 എന്ന് പറഞ്ഞ സെറ്റ് വന്നിട്ടുണ്ട്. S1 എന്ന് പറഞ്ഞ സെറ്റ് എന്ന് പറഞ്ഞത് S1 എന്ന് പറഞ്ഞ സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ S1 എന്ന് പറഞ്ഞത് എന്താണ്, അത് സെറ്റ് ഓഫ് ഓൾ മെട്രിസസ് ആണ്. ആ മെട്രിക്സ് M പെട്ടതായിരിക്കണം. ഒരു A ഈക്വൽ A ട്രാൻസ്പോസ്, A ഈക്വൽ ടു A ട്രാൻസ്പോസ് ആണ്. A എന്ന് പറഞ്ഞത് A ട്രാൻസ്പോസ്, A ഈക്വൽ A ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ സിമെട്രിക് മെട്രിക്സാ. അപ്പൊ എത്ര സിമെട്രിക് ആയിട്ടുള്ള മെട്രിക്സ് ഉണ്ടാക്കാം ഇത് വെച്ചിട്ട്, ഈ എലമെന്റ്സ് വെച്ചിട്ട് എന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആലോചിച്ച് നോക്ക്, സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ ഡയഗണൽ എലമെന്റ്സ്, അതായത് ഇതിപ്പോ ഞാൻ A B C ആണെന്ന് ഇരിക്കുക. ഇത് X ആണെങ്കിൽ ഇത് X ആയിരിക്കണം, ഇത് Y ആണെങ്കിൽ ഇത് Y ആയിരിക്കണം, ഇത് Z ആണെങ്കിൽ ഇത് Z ആയിരിക്കണം. അപ്പൊ ഈ ഡയഗണൽ എലമെന്റ്സ് ആണിത്. ഡയഗണൽ എലമെന്റ്സ് ആയിട്ട് S1 ഡയഗണൽ എലമെന്റ്സ് ആയിട്ട് നമുക്ക് ഇതാണ് ഡയഗണൽ എലമെന്റ്സ്. ആ ഡയഗണൽ എലമെന്റ്സ് ആയിട്ട് നമുക്ക് ഈ 5 എണ്ണവും ചൂസ് ചെയ്യാം. അപ്പം നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ S1 എന്ന് പറയുമ്പോൾ N ഓഫ് S1 എന്ന് പറയുമ്പോൾ ഡയഗണൽ എലമെന്റ്സ് ആയി എയോ ബിയോ സിയോ, എ തന്നെ നമുക്ക് ഈ 5 എലമെന്റുകളും പോസിബിൾ ആണ്. 5 എലമെന്റ് അവിടെ ചൂസ് ചെയ്യാം. അതായത് 5 എലമെന്റ് അവിടെ നമുക്ക് എന്ത് അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പം ഈ സ്പേസ് ഫില്ല് ചെയ്യാൻ 5 എണ്ണം ഉണ്ട്, ഈ സ്പേസ് ഫില്ല് ചെയ്യാൻ 5 എണ്ണം ഉണ്ട്, ഈ സ്പേസ് ഫില്ല് ചെയ്യാൻ. ദാറ്റ് മീൻസ് ഡയഗണൽ എലമെന്റ്സ് അറേഞ്ച് ചെയ്യാം 5 ക്യൂബ് വേസിൽ അറേഞ്ച് ചെയ്യാം. പെർമ്യൂട്ടേഷൻ അനുസരിച്ച് 5 ക്യൂബ് വേസിൽ അറേഞ്ച് ചെയ്യാം. അതേപോലെ തന്നെ സിമെട്രിക് ആവണമെങ്കിൽ ഈ പറഞ്ഞ എലമെന്റ്സ് എക്സും വൈയും സെറ്റും, ഇവിടെ എക്സ് ചൂസ് ചെയ്യാൻ ഇവിടെ 5 പോസിബിലിറ്റി ഉണ്ട്, ഇവിടെ വൈ ചൂസ് ചെയ്യാൻ 5 പോസിബിലിറ്റി, സെറ്റ് ചൂസ് ചെയ്യാൻ 5 പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ ഇവിടെ അപ്പോൾ ഈ പറഞ്ഞ മോളുള്ള ഇത് അറേഞ്ച് ചെയ്യാനും 5 ക്യൂബ് വേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. എങ്കിൽ ഓൾറെഡി ഇവിടെ ഈ എക്സ് തന്നെ ഇവിടെ പറ്റുള്ളൂ. അപ്പൊ അതൊരു വേയാ പറ്റുള്ളൂ. ഇവിടെ വൈ എടുത്തത് അതേ വേ തന്നെ ഒരു വേ ആണ്, ഇസഡ് ഇവിടെ എടുത്തതും ഒരു വേ ആണ്. ദാറ്റ് മീൻസ് ആക്ച്വലി ഇത് 5⁻6 വേസിലാണ്, അല്ലെ 5⁻6 മെട്രിസസ് ഓഫ് 5⁻6 മെട്രിക്സസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ S1 എന്ന് പറഞ്ഞ സെറ്റിനകത്ത് 5⁻6 മെട്രിക്സുകൾ ഉണ്ടാവും. ക്യാപിറ്റൽ A എന്ന് പറഞ്ഞിട്ടുള്ള 5⁻6 മെട്രിക്സുകൾ, അതായത് സിമെട്രിക് ആയിട്ടുള്ള 5⁻6 മെട്രിക്സുകൾ നമുക്ക് പോസിബിൾ ആവും. സിമെട്രിക് മെട്രിക്സ് ഇത് സിമെട്രിക് ആയിട്ടുള്ളതാണ്. അതേപോലെ ക്വസ്റ്റിന്റെ അടുത്ത പാർട്ട് S2 എന്ന് പറഞ്ഞത്. അപ്പൊ S1 എത്ര എലമെന്റ്സ് ഉണ്ട്, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ S1 5⁻6 ആണ്.
അല്ലെ S2 എന്ന് പറഞ്ഞ മെട്രിക്സിൽ എന്താ പ്രത്യേകത? S2 എന്ന് പറഞ്ഞ മെട്രിക്സിൽ S2 എന്ന് പറഞ്ഞത് അവർ പറഞ്ഞത് എന്താ വെച്ചാൽ A ഈക്വൾ ടു മൈനസ് A റേസ് ടു D. അപ്പോൾ A എന്ന് പറഞ്ഞത് സ്ക്യൂ സിമെട്രിക് ആണ്. A സ്ക്യൂ സിമെട്രിക് ആയിരിക്കണം. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ അതിന്റെ പ്രത്യേകത ഡയഗണൽ എലമെന്റ് മസ്റ്റ് ആയിട്ട് 0 ആണ്. ഡയഗണൽ എലമെന്റ് മസ്റ്റ് ആയിട്ട് 0 ആണ്. മസ്റ്റ് ബി 0 ആയിരിക്കണം. അപ്പോൾ ഈ ഒരു ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എസ് എന്ന് പറഞ്ഞാൽ -3 -2 -1 1 2 ആണുള്ളത്. അതായത് ഇപ്പൊ നമുക്ക് ക്യാപിറ്റൽ M എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ഓൾ മെട്രിക്സ് ഓഫ് ഓർഡർ 3/3 അതിൽ എസ് എന്ന് പറഞ്ഞാൽ ഈ നമ്പേഴ്സ് മാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ നമ്പർ ഉപയോഗിച്ച് നമുക്ക് ഒരിക്കലും സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം 0 ഇല്ല. സോ S2 എന്ന് പറഞ്ഞത് S2 എന്ന് പറഞ്ഞ സെറ്റ് തന്നെ 5 ആയിരിക്കും. ഇപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സിന് S2 എന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് 0 ആയിരിക്കും. അതായത് അങ്ങനെ ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഈ എലമെന്റ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റൂല. ഈ S എന്ന് പറഞ്ഞ എലമെന്റ്സിൽ ആര് മാത്രമേ ഉള്ളൂ? -3 -2 -1 1 2 ഈ പറഞ്ഞ എലമെന്റ്സ് വെച്ചിട്ട് ഒരിക്കലും നമുക്ക് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഉണ്ടാക്കാൻ കഴിയില്ല, കാരണം 0 വേണം, ഡയഗണൽ എലമെന്റ്സ് വേണം. അപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സിന് S2 0 ആയിരിക്കും. ഇതേപോലെ അടുത്ത S3 എന്ന് പറഞ്ഞ മെട്രിക്സ് എന്താന്ന് വെച്ചാൽ S3 എന്ന് പറഞ്ഞ മെട്രിക്സ് A1 A11 A22 A33. അതായത് ഇതാണ് A11, ഇതാണ് A22 A33. ബാക്കി എലമെന്റ്സുകൾ ഈ A11 പ്ലസ് A22 പ്ലസ് A33 ചെയ്തിരുന്നെങ്കിൽ 0 കിട്ടണം. അപ്പോൾ ഇതെങ്ങനെ ചൂസ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഈ നമ്പേഴ്സുകൾ ഈ പറഞ്ഞതിലുള്ള ആൾക്കാരായിരിക്കണം. അപ്പോൾ ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പേരെന്ന് പറയുമ്പോൾ ഇങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാമല്ലോ. ഈ A11 A22 A33നെ -3 1 2 ഈ 3 നമ്പേഴ്സിനെ നമുക്ക് വേറെ രീതിയിൽ അറേഞ്ച് ചെയ്യാം. അതായത് ഈ 3 നമ്പേഴ്സ് ഡയഗണൽ എലമെന്റ് ആയിട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മെട്രിക്സ് ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് ഒരു പോസിബിലിറ്റി. പിന്നുള്ളത് അടുത്തൊരു സിറ്റുവേഷൻ ആണ്. അടുത്തത് ഈ ഡയഗണൽ എലമെന്റ് ആയിട്ടാണ് ഞാൻ എടുത്തത്. A11 A22 A33 എന്ന് പറഞ്ഞ ഡയഗണൽ എലമെന്റ്സിനെ നമുക്ക് ഈ 3 എലമെന്റ് വെച്ചെടുക്കാം. പിന്നെ പോസിബിലിറ്റി -2 1 1 എടുക്കാം. പിന്നെ പറ്റുന്ന ഒരു പോസിബിലിറ്റി 2 -1 -1. ഇത്രയും പോസിബിലിറ്റി ആയിരിക്കും ഉണ്ടാവുക. കാരണം ഇത് കൂട്ടി നോക്കും നിങ്ങൾ. ഇത് ഈ മൊത്തം അതായത് A11 ആയിട്ട് ഞാൻ -3 ചൂസ് ചെയ്തു, അതായത് A22 ആയിട്ട് 1 ചൂസ് ചെയ്തു, A33 ആയിട്ട് ഞാൻ എന്ത് ചൂസ് ചെയ്തു? 2 ചൂസ് ചെയ്തിട്ട് അതെല്ലാം കൂടി ആഡ് ചെയ്താൽ 0 ആയി പോകും. അതേപോലെ ഇപ്പുറത്ത് ചൂസ് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ കണ്ടീഷൻ അനുസരിച്ചിട്ട് ചൂസ് ചെയ്യാം. ഇനി ഈ ബാക്കിയുള്ള എലമെന്റ്സ്, ഈ എലമെന്റ്സുകളൊക്കെ എത്ര വേസിൽ പറ്റും? ഇത് ഓരോന്നും 5 വേസിൽ അറേഞ്ച് ചെയ്യാം. അപ്പോൾ 5 × 5 × 5 × 5 × 5⁻6 അങ്ങനെയും പറ്റും. അപ്പോൾ S3യിലെ നമ്പർ ഓഫ് എലമെന്റ്സ് കാണണമെങ്കിൽ, ഇപ്പോൾ നമ്പർ ഓഫ് എലമെന്റ്സ് N of S3 കാണണമെങ്കിൽ ഈ 3 നമ്പേഴ്സിന് എത്ര രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം? ദാറ്റ് ഈസ് 3 ഫാക്ടോറിയൽ പ്ലസ് ഈ 3 നമ്പേഴ്സിൽ രണ്ടെണ്ണം സെയിം ആയതുകൊണ്ട് തന്നെ 3 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ വേസ് പ്ലസ് ഇത് നമുക്ക് എത്ര രീതി അറേഞ്ച് ചെയ്യാം? 3 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു ഈ ബാക്കിയുള്ള 6 എലമെന്റ്സിന് നമുക്ക് ഓരോ എലമെന്റിനെ നമുക്ക് 5 വേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ചൂസ് ചെയ്യാം. അപ്പം 5⁻6 അറേഞ്ച്മെന്റ് അവിടെയും പോസിബിളാണ്. അപ്പോൾ 3 ഫാക്ടോറിയൽ 6 ആണ്. ഇത് 6/2 എന്ന് പറയുമ്പോൾ 3 + 3 അഥവാ 5⁻6 അഥവാ ഏകദേശം 12 × 5⁻6 ആയിരിക്കും നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ S3. അപ്പോൾ ശ്രദ്ധിക്കണം മക്കളെ. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ M എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ഓൾ റിയൽ മെട്രിക്സ് ഓഫ് ഓർഡർ 3/3 ആണ്. ആ 3/3 മെട്രിക്സ് ഏത് എലമെന്റ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞത് ഈ പറഞ്ഞ 5 എലമെന്റ്സ് മാത്രമാണ് അതിൽ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. എന്നിട്ട് പറഞ്ഞ എന്താ വെച്ചാൽ എയും S1 S2 S3 എന്ന 3 സെറ്റുകളാണ്. ഓരോ സെറ്റിന്റെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. അത് AIJ എന്ന് പറഞ്ഞൊരു സ്ക്വയർ മെട്രിക്സ് ആണ് വിത്ത് അത് M പെട്ടതായിരിക്കണം, ബിലോങ്സ് ടു M. ഈ പറഞ്ഞ M എന്ന് പറഞ്ഞ സെറ്റ് പെട്ടതായിരിക്കണം. സിമെട്രിക് ആയിട്ടുള്ള അങ്ങനെ എത്ര മെട്രിക്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ചോദിച്ചത്. സിമെട്രിക് ആയിട്ടുള്ള 5⁻6 മെട്രിക്സ് പോസിബിൾ ആണ്. അതെങ്ങനെയാന്ന് വെച്ചാൽ സിമെട്രിക് മെട്രിക്സിന്റെ കണ്ടീഷൻ എന്താ വെച്ചാൽ ഡയഗണൽ എലമെന്റ് ABC ആണെങ്കിൽ ആ ഡയഗണൽ എലമെന്റ് നമുക്ക് ഓരോന്നിനെയും ഈ ഇതിലുള്ള 5 എലമെന്റ് വെച്ച് ചൂസ് ചെയ്യാം. അപ്പോൾ 5 × 5 × 5 ആണ്. അതേപോലെ തന്നെ ഡയഗണൽ സിമെട്രിക്കിന്റെ പ്രത്യേകത ഇവിടെ X ആണ്, ഇവിടെ X ആയിരിക്കണം. ഇത് X ആണ്, ഇത് X ആവണം. അത് നമുക്ക് 5 വേസ് ചൂസ് ചെയ്യാം.
അപ്പോൾ ഇവിടെ ഓൾറെഡി എക്സ് വേസ് 5 വേസ് ചൂസ് ചെയ്താൽ പിന്നെ ഇത് 5 വേസ് ഇല്ല, പിന്നെ ഇവിടെ ഒരു വേ മാത്രമേ ഉള്ളൂ ഇത് ചൂസ് ചെയ്യാനുള്ളൂ. അങ്ങനെയാണ് ഇത് 5 ക്യൂബ് ഇൻറ്റു 5 ക്യൂബ് ആയത്. അടുത്ത രണ്ടാമത്തെ സെറ്റ് ഏതാന്ന് വെച്ചാൽ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എത്ര ഉണ്ടാക്കാൻ പറ്റുന്നു, എത്ര സ്ക്യൂ സിമെട്രിക് മെട്രിക്സുകൾ ആണ് പോസിബിൾ ആവാന്നുള്ള നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. അത് നോക്കുമ്പോൾ ആൻസർ 0 കിട്ടുക, കാരണം സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഉണ്ടാക്കാൻ പറ്റില്ല അത് വെച്ചിട്ട്, കാരണം 0 ഇല്ല ഈ പറഞ്ഞ തന്നിരുന്ന സെറ്റ് എസ്സിൽ. മൂന്നാമത് പറഞ്ഞത് S3 എന്ന് ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ ഡയഗണൽ എലമെന്റ് സം ചെയ്താൽ 0 കിട്ടുന്ന എത്ര മെട്രിക്സുകൾ ഇത് വെച്ചുണ്ടാക്കാന്നാണ് N(S3) എന്ന് പറഞ്ഞാൽ. അപ്പം അത് വെച്ച് നമ്മൾ നോക്കിയപ്പം ഈ -3ഉം 1ഉം 2ഉം നമുക്ക് ഡയഗണൽ എലമെന്റ് ആക്കിയിട്ട് വെച്ചാൽ അത് A11 A22 A33 ആയിട്ട് മാറ്റി മാറ്റി നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. അപ്പം -3ഓ 1ഓ 2ഓ തിരിച്ചും മറിച്ചും അപ്ലൈ ചെയ്താൽ അത് 6 വേസിൽ നമുക്ക് അങ്ങനെ അറേഞ്ച് ചെയ്യാം. കാരണം A11 3 വേസ്, മറ്റേത് 2 അങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് പെർമ്യൂട്ടേഷൻ അനുസരിച്ച് 6 വേസിൽ അറേഞ്ച് ചെയ്യാം. ഇനി അടുത്ത -2 1 1ഉം അതേപോലെ 2 -1 1ഉം 3 വേസ് വെച്ച് അറേഞ്ച് ചെയ്യാം. ബാക്കിയുള്ള 6 എലമെന്റ്സ് 5�6 വേസ്, കാരണം ഓരോന്നും 5 വേസ് ചൂസ് ചെയ്യാം. എന്നിട്ട് നമ്മളോട് കാണാൻ പറഞ്ഞത് N(S1) യൂണിയൻ S2 യൂണിയൻ S3 ആണ്. പക്ഷെ S2 എന്ന് പറഞ്ഞ സെറ്റ് 5 ആയതുകൊണ്ട് തന്നെ N(S1) യൂണിയൻ S2 യൂണിയൻ S3 കാണാൻ പറഞ്ഞാൽ N(S1) യൂണിയൻ S3 കണ്ടാൽ മതി. കാരണം റീസൺ എന്താ വെച്ചാൽ S2 എന്ന് പറഞ്ഞത് എംപ്റ്റി സെറ്റാ. അപ്പൊ ഇവിടെ 5 എന്ന് എഴുതിയിരുന്നെങ്കിൽ അത് N(S1) യൂണിയൻ S3 ആയി മാറും. N(S1) യൂണിയൻ S3 കാണാൻ പറഞ്ഞാൽ ദാറ്റ് ഈസ് N(S1) പ്ലസ് N(S3) മൈനസ് N(S1) ഇന്റർസെക്ഷൻ S3 ആ. N(S1) ഇന്റർസെക്ഷൻ S3 എന്ന് പറയുമ്പോൾ S1 S3 ഇന്റർസെക്ഷൻ എന്തായിരിക്കും? S1 ഇന്റർസെക്ഷൻ S3, അതായത് സിമെട്രിക് മെട്രിക്സ് ആവുകയും വേണം, ഡയഗണൽ എലമെന്റ് സം ചെയ്താൽ എന്ത് കിട്ടുകയും വേണം? S1 ഇന്റർസെക്ഷൻ S3 എന്ന് പറഞ്ഞാൽ S1 ഇന്റർസെക്ഷൻ S3 എന്നാൽ സിമെട്രിക്കും ആവണം, സമ്മ് 0 ആവുകയും വേണം. സിമെട്രിക് മെട്രിക്സും ആവണം ആൻഡ് എന്താണ് സം ഓഫ് ദ ഡയഗണൽ 0 ആവുകയും വേണം. സം ഓഫ് ഡയഗണൽസ് 0 ആവണം. അങ്ങനെയുള്ള എത്ര ആൻസർ ഉണ്ടാവും എന്ന് വെച്ചാൽ ഇത് 12 ഇൻറ്റു എത്ര ആയിരിക്കും? 12 ഇൻറ്റു 5�3 ആയിരിക്കും. 12 ഇൻറ്റു 5�3, മറ്റേത് 12 ആയിരിക്കും. അപ്പോൾ ആൻസർ എന്തായിരിക്കും? അത് N(S1) ഇന്റർ S3 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 12 ഇൻറ്റു 5�3 ആയിരിക്കും. അങ്ങനെ 12 ഇൻറ്റു 5�3 ആയി. 12 വേസിലാണ് നമുക്ക് ഡയഗണൽ എലമെന്റ് ചൂസ് ചെയ്യാൻ പറ്റുക ഈ ഇത് വെച്ചിട്ട്. ഈ 5�3 എന്ന് ഉദ്ദേശിച്ചത് സിമെട്രിക് ആവാനുള്ള ആ ഡയഗണലിന്റെ മുകളിലുള്ള 3 എലമെന്റ് ചൂസ് ചെയ്യുന്നതാണ് 5�3. അപ്പൊ ആൻസർ എന്തായിരിക്കും മക്കളെ? റിക്വയർഡ് ആൻസർ എന്തായിരിക്കും? റിക്വയർഡ് ആൻസർ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് N(S1) യൂണിയൻ S3 ആണ്. N(S1) യൂണിയൻ S3 കാണുമ്പോൾ ദാറ്റ് ഈസ് N(S1) എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 5�6 പ്ലസ് 12 ഇൻറ്റു 5�6 മൈനസ് 12 ഇൻറ്റു 5�3. ഇതാണ് എത്ര തന്നത്? 125 ആൽഫ തന്നത് അല്ലേ? നിങ്ങളുടെ ആൽഫ എന്താണെന്ന് ചോദിച്ചത്. ദിസ് ഇസ് 125 ആൽഫ. ദിസ് ഇസ് 125 ആൽഫ. അപ്പൊ 125 ആൽഫയാണ്. ഇത് 13 ഇൻറ്റു 5�6 മൈനസ് 12 ഇൻറ്റു 5�3 ആണ്. 5�3 കോമൺ എടുത്തിരുന്നെങ്കിൽ 13 ഇൻറ്റു 5�3 മൈനസ് 13 ഇൻറ്റു 5�3 മൈനസ് 12 എന്ന് വരും. അതാണ് 125 ആൽഫ. അപ്പോൾ ഈ 125 കട്ട് ചെയ്ത ആൽഫ എന്ന് പറഞ്ഞത് 13 ഇൻറ്റു 5 ക്യൂബ്, അതായത് 125 ഇൻറ്റു 13 മൈനസ് 12 എന്ന് വരും. അത് എനിക്ക് തോന്നുന്നു അപ്രോക്സിമേറ്റ്ലി 13 ഇൻറ്റു 5�3. അത് കാൽക്കുലേറ്റ് ചെയ്താൽ എന്ത് വരും? 13 ഇൻറ്റു 5�3 125 ഇൻറ്റു 13 5 3s 15 1 3 2s 6 7 3 5 2 1 5 12 1 6 1625 1625 12 കുറച്ചിരുന്നെങ്കിൽ 1613 വരും. 1613 ആയിരിക്കും ആൽഫ. അപ്പോൾ ഇൻഡിജർ ടൈപ്പ് 1613 ആയിരിക്കും റിക്വയർഡ് ആൻസർ. ഇച്ചിരി ലെങ്തിയർ ആണ്, പക്ഷേ അപ്ലൈ ചെയ്യുന്ന ഐഡിയ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനും മെട്രിസസിന്റെ ഐഡിയയും കൂടി 1613 ആയിരിക്കും റിക്വയർഡ് ആൻസർ. സോ മൂവ് ഇൻ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 28 ജാനുവരി ഷിഫ്റ്റ് 2 ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. എ എന്ന് പറഞ്ഞത് 1/√2 മൈനസ് 2 0 1 ആൻഡ് പി എന്ന് പറഞ്ഞത് കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ
theta greater than 0. If b എന്ന് പറഞ്ഞത് p a p raised to t, c എന്ന് പറഞ്ഞാൽ p raised to t b raised to 10 p, and the sum of the diagonal elements of c is m by n, or gcd of m comma n is 1, then m plus n is. ഇതുപോലത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ എനിക്കൊന്നും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ. അതായത് ഇത് നമ്മൾ ആദ്യം ചെയ്യുന്നത് വെച്ചാൽ ഈ പറഞ്ഞ ഐഡിയ ഇത് കണ്ടവർക്ക് ക്ലിക്ക് ആയിട്ടുണ്ടാവും പലർക്കും. കാരണം വെച്ചാൽ ഇത് ഒരു ഓർത്തോഗോണൽ മെട്രിക്സ് ആണ് ഐഡിയ. ഓർത്തോഗോണൽ മെട്രിക്സിന്റെ ഐഡിയ നമുക്കറിയായിരുന്നു. എന്താ ഓർത്തോഗോണൽ മെട്രിക്സ് നമ്മൾ പഠിപ്പിച്ചത്? എ ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞത് തന്നെയാണ് എ ട്രാൻസ്പോസ് ഇൻറ്റു എ ഐ ആയിരിക്കണം. അത് ക്ലിക്കായാൽ എനിക്കൊന്ന് പ്രോബ്ലം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പി എന്ന് പറഞ്ഞത് കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ. അതിനെ പി ട്രാൻസ്പോസ് ആയ കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പി ഇൻറ്റു പി ട്രാൻസ്പോസ് ചെയ്തിരുന്നെങ്കിൽ ദാറ്റ് ഈസ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 വരും. കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റയും മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ കട്ട് ചെയ്ത് 0 ആയി പോകും. സൈൻ തീറ്റ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ 0 ആയി പോകും. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആവും. അപ്പോൾ പി ഇൻറ്റു പി ട്രാൻസ്പോസ് ഐ ആന്ന് കിട്ടും. അതേപോലെ തന്നെ പി ട്രാൻസ്പോസ് ഇൻറ്റു പി ചെയ്താലും ഐ കിട്ടും. അപ്പോൾ ഇത് ഓർത്തോഗണൽ മെട്രിക്സ് ആണെന്ന് ഉറപ്പായി. സോ ദിസ് ഇസ് ഓർത്തോഗണൽ. പി എന്ന് പറഞ്ഞത് ഒരു ഓർത്തോഗോണൽ മെട്രിക്സ് ആണ്. പിന്നെന്താ പറഞ്ഞത്? എ തന്നിട്ടുണ്ട്. നമ്മളോട് വേണം ബി എന്ന് പറഞ്ഞത് പി ഇൻറ്റു എ ഇൻറ്റു പി ട്രാൻസ്പോസ്. ബി എന്ന് പറഞ്ഞത് പി ഇൻറ്റു എ ഇൻറ്റു പി ട്രാൻസ്പോസ് ആണ്. കണ്ടുപിടിക്കേണ്ട സി എന്ന് പറഞ്ഞ മെട്രിക്സ് കണ്ടുപിടിക്കണം. അതിലെ ഡയഗണൽ എലമെന്റിന്റെ സം ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് എം ബൈ എൻ ആയിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് ബാക്കി കണ്ടുപിടിക്കാനാ. അപ്പൊ ആദ്യം സി എന്ന് പറഞ്ഞ മെട്രിക്സ് കാണണം. സി എന്ന് പറഞ്ഞ മെട്രിക്സ് ആരാ? ദാറ്റ് ഈസ് പി റേസ് ടു ടി ബി റേസ് ടു 10 ഇൻറ്റു പി ആണ്. ഇങ്ങനെയുള്ളത് പി റേസ് ടു ടി ബി റേസ് ടു 10 ഇൻറ്റു പി ആണ്. പക്ഷെ ബി എന്ന് പറഞ്ഞാൽ പി റേസ് ടു ടി ആ. അപ്പൊ സി ഈക്വൽ ടു പി റേസ് ടു ടി. ഈ ബീന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇത് കൊണ്ടേ കൊടുക്കാം. അപ്പൊ എന്ത് വരും മക്കളെ? പി റേസ് ടു ടി. അങ്ങനെ എത്ര തവണ വേണം? അത് 10 ടൈംസ് വേണം. പി റേസ് ടു ടി എക്സെട്ര പി റേസ് ടു ടി. അങ്ങനെ 10 ടൈംസ് ഉണ്ടാവും. എത്ര ടൈംസ് ഉണ്ടാവും? 10 ടൈംസ്. ഇൻറ്റു എന്താണ്? പി ആണ്. ദിസ് ഇസ് സി. അപ്പൊ ഈ ബ്രാക്കറ്റുകൾ, ഈ അസോസിയേറ്റീവിന്റെ ബ്രാക്കറ്റിൽ ഈ ബ്രാക്കറ്റ് നമുക്ക് ഇങ്ങനെ തിരിക്കാം പലയിടത്തും. പി ട്രാൻസ്പോസ് ഇൻറ്റു പി എ, ഈ പി ട്രാൻസ്പോസ് ഇൻറ്റു പി എ, പി ട്രാൻസ്പോസ് ഇൻറ്റു പി, അങ്ങനെ ചെയ്തിട്ട് അവസാനം എ ഇൻറ്റു പി ട്രാൻസ്പോസ് ഇൻറ്റു പി എന്ന് എഴുതാം. അപ്പൊ ഇതെന്താ സംഭവിക്കുക വെച്ചാൽ സി ഈക്വൽ ടു ഐ ഇൻറ്റു എ, പിന്നെ ഐ ഇൻറ്റു എ, അങ്ങനെ ഐ ഇൻറ്റു എ, അങ്ങനെ അവസാനം എ ഇൻറ്റു ഐ എന്നായി മാറും. ദാറ്റ് മീൻസ് സി എന്ന് പറഞ്ഞത് എ റേസ് ടു 10 എന്ന് കിട്ടും. അപ്പൊ ആക്ച്വലി ഈ ക്വസ്റ്റ്യന് നമ്മളോട് പറഞ്ഞത് സി എന്ന് പറഞ്ഞത് എ റേസ് ടു 10 കണ്ടുപിടിക്കണം. എന്നിട്ട് അതിന്റെ ഡയഗണലിന്റെ സമ്മാണ് ചോദിച്ചത്. ഡയഗണൽ എലമെന്റ് ഓഫ് സി ആണ്. അപ്പൊ എ റേസ് ടു 10 വേണം. എ തന്നിട്ടുണ്ട്. അപ്പോൾ എ എന്ന് പറഞ്ഞത് 1/√2 -2 0 1 ആണ്. അപ്പൊ എ റേസ് ടു 10 കാണുമ്പോൾ തന്നെ ഉറപ്പിച്ചോളാം അത് പാറ്റേൺ പ്രോബ്ലം ആയിരിക്കും. അതായത് എ സ്ക്വയർ എ ക്യൂബ് എല്ലാം കണ്ടുപിടിച്ചിട്ട് എ റേസ് ടു 10 പ്രെഡിക്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ആയിരിക്കും ആ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളൂ. അപ്പൊ അല്ലാണ്ട് എ റേസ് ടു 10 കാണാൻ ഫുൾ ഇരുന്ന് കാണേണ്ടി വരില്ലേ? അപ്പൊ എന്താ പാറ്റേൺ ഉണ്ടാവും? എ സ്ക്വയർ ആദ്യം എന്തായിരിക്കും? 1/√2 -2 0 1, അതേപോലെ 1/√2 -2 0 1. അപ്പൊ എ സ്ക്വയർ എന്തായിരിക്കും മക്കളെ? എ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 1/√2 ഇൻറ്റു -2. അപ്പൊ -√2 -2 -√2 -2 0 ഇൻറ്റു 1/√2 0 0 0 ഇൻറ്റു -2 +1 മൈനസ് ഈ റോയും ഈ കോളം 0 ഇൻറ്റു -2 1 ഇൻറ്റു 1. അപ്പോൾ എന്താ 1 വരും. അപ്പൊ എ സ്ക്വയർ ഇതായിരിക്കും. എ സ്ക്വയറും എയും വെച്ചിട്ട് നമുക്ക് എന്താ പാറ്റേൺ കിട്ടിയോ? പ്രത്യേകിച്ച് ഒന്നും കിട്ടില്ല. എ ക്യൂബും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. എ ക്യൂബും കൂടി ചെയ്താൽ കുറച്ചും കൂടി ഐഡിയ കിട്ടും. എ ക്യൂബ് ഒന്ന് ചെയ്യാൻ പോണേ. എ ക്യൂബ് എന്തായിരിക്കും? എ ക്യൂബ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എ സ്ക്വയർ ഇൻറ്റു എ ആണ്.
എ ക്യൂബ് ആണ് എ സ്ക്വയർ ഇൻറ്റു എ ചെയ്യണം. എ സ്ക്വയർ ആരാ? ദാറ്റ് ഈസ് 1/2 മൈനസ് റൂട്ട് 2 മൈനസ് 2 0 1. എ എന്ന് പറഞ്ഞത് ആരാ? എ എന്ന് പറഞ്ഞത് 1/√2 മൈനസ് 2 0 1 ആണ്. ഇതാണ് എ ക്യൂബ്. സോ എ ക്യൂബ് ഈക്വൽ ടു ഈ റോയും ഈക്വൽ എടുക്കുമ്പോൾ 1/2 ഇൻറ്റു 1/√2. അപ്പോൾ 1/2√2. പിന്നെ ഈ റോ ഈക്വൾ 1/2 ഇൻറ്റു -2 എന്ന് പറയുമ്പോൾ -1 -1 അതേപോലെ തന്നെ -√2 -2. അപ്പോൾ -3 -√2 0 0 ഇൻറ്റു 1/√2 0 വരും. -2 + 1. ഇതിനി ഏകദേശം ഒരു പാറ്റേൺ കിട്ടിയോ എന്ന് വെച്ചാൽ പാറ്റേൺ കിട്ടിയിട്ടുണ്ട്. എന്താ പറയുക പാറ്റേൺ നോക്കി നോക്കാം. a⁻n എന്ന് പറയുമ്പോൾ ഇത് നോക്കിയേ, a⁻1 ആകുമ്പോൾ ഇവിടെ 1/√2 ആണ്, ഇവിടെ 1. നമുക്ക് ബാക്കി മൊത്തം കാണേണ്ട ആവശ്യം, നമുക്ക് ഡയഗണൽ എലമെന്റ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. സം ഓഫ് ദ ഡയഗണൽ എലമെന്റ്സ് ഓഫ് സി മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ 2 നമ്പേഴ്സ് നോക്കിയാൽ മതി. ഇതാ ഈ റൗണ്ട് ഇട്ട നമ്പേഴ്സ് നോക്കിയാൽ മതി. അതിലേക്ക് നോക്കിയാൽ നമുക്കൊരു കാര്യം പ്രെഡിക്റ്റ് ചെയ്യാം. അതായത് എ എന്ന് പറയുമ്പോൾ 1/√2 ആണ്, എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/2 ആണ് വരുന്നത്. 1/2 എ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1/2√2 ആണ്. അപ്പൊ a⁻n എന്ന് പറയുമ്പോൾ ആക്ച്വലി a⁻n ഈ ഡയഗണൽ എലമെന്റ് ഇവിടെ എന്താ വരിക വെച്ചാൽ 1/√2n ആയിരിക്കും. ഇവിടെ 1 ആയിരിക്കും, ഇവിടെ മാറുന്നില്ല. ഇവിടെയൊക്കെ 1 ആണ്, ഇവിടെയും 1 ആണ്, ഇവിടെയും 1 ആണ്. a⁻n ഇത് 1 തന്നെ ആയിരിക്കും. ഇവിടുത്തെ എന്താ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, ഇവിടെ 0 ആയിരിക്കും എല്ലാത്തിലും അല്ലെ. 0 ആണ്. പിന്നെ അതേപോലെ ഇവിടെ നമുക്ക് പാറ്റേൺ പറയാം. അപ്പൊ നമുക്ക് ആവശ്യം 1/√2. ഇപ്പൊ a⁻10 ആകുമ്പോൾ എന്തായിരിക്കും? a⁻10 ആകുമ്പോൾ ദാറ്റ് ഈസ് ഇവിടെ 1/√2 ആയിരിക്കും. പിന്നെ ഇവിടെയുള്ള വാല്യൂ നമ്മളെ ബാധിക്കില്ല, ഇവിടെ 1 ആണ്. അപ്പം സം ഓഫ് ദ ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മളെ സി എന്ന് പറഞ്ഞത്. ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 1/2⁵ + 1 ആണ്. കാരണം 1/√2 എന്ന് പറയുമ്പോൾ 1/2⁵ ആണ്. ദാറ്റ് ഈസ് 1/32 + 1 ആണ്. ദാറ്റ് ഈസ് 33/32 ആണ്. ഇനി എന്താ ചോദിച്ചതല്ല, ഈ പറഞ്ഞ സിയിലുള്ള ഡയഗണൽ എലമെന്റ് സം ആണ് m/n ആക്കി എടുത്തത്. അപ്പൊ 33/2 m/n ആക്കി എടുത്തിട്ടുണ്ട്. 33/32 ആണ് m/n, GCD എന്ന് പറയും. അപ്പോൾ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. അപ്പോൾ എമ്മിനെ 33 ആക്കി എടുക്കാം, n 32 ആക്കി എടുക്കാം. കാരണം എന്തുകൊണ്ടാ? m/n GCD ഓഫ് mn 1 ആണെന്ന്. ഇതിന്റെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ 1 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ തമ്മിൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ 1 ആണ്. ഇപ്പൊ m+n ആ ചോദിച്ചത്. അപ്പൊ ഇത് രണ്ടും കൂടി ജസ്റ്റ് കൂട്ടിയാൽ മതി അല്ലേ. 33 32 കൂടി കൂട്ടിയാൽ m+n വാല്യൂ കിട്ടും. അഥവാ 65 ആയിരിക്കും ആൻസർ. സോറി 33 32 അല്ലേ. 33 32 കൂടി ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 65 ഈസ് ദ ആൻസർ. m+n ഈസ് 65 ആയിരിക്കും. 65 ആൻസർ ഉണ്ട് മക്കളെ. നോക്ക് 65 ഉണ്ട്. യെസ് 65 ആയിരിക്കും റിക്വയർഡ് ആൻസർ. 65 ആയിരിക്കും ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. 8th ക്വസ്റ്റ്യൻ ആണ്. 29th January ഷിഫ്റ്റ് 1 ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. മെട്രിക്സിലെ A = മെട്രിക്സ് AIJ. ആ മെട്രിക്സ് വന്നിട്ടുണ്ട്. ലോഗിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ലോഗ് 128/5 എന്നാണ് ലോഗിലുള്ള ഒരു സാധനം. ക്യാപിറ്റൽ AIJ എന്ന് പറഞ്ഞാൽ കോഫാക്ടർ ഓഫ് സ്മോൾ ലെറ്റർ AIJ പറഞ്ഞിട്ട് വേറെ CIJ എന്ന് പറഞ്ഞിട്ട് സമ്മേഷൻ റിസൾട്ടും തന്നിട്ടുണ്ട്. ആ CIJ എന്ന് പറഞ്ഞത് എന്തായിരുന്നു തന്നത്? CIJ എന്ന് പറഞ്ഞത് തന്നത് CIJ, ദാറ്റ് ഈസ് സമ്മേഷൻ ഓഫ് K = 1 മുതൽ 2 വരെ AIK ക്യാപിറ്റൽ AJK. വേർ ഐന്റെ വില 1 1നേക്കാൾ വലുതാവാം, ജെയുടെ വില 2നേക്കാൾ കുറവോ 2ൽ താഴെയാവാം. ഒരു സി എന്ന് പറഞ്ഞാൽ CIJ എന്ന് പറഞ്ഞ മെട്രിക്സ് ആണ്. ദെൻ 8 × ഡിറ്റർമിനന്റ് ഓഫ് C ആണ്. അപ്പൊ എന്തായാലും നമുക്ക് C എന്ന് പറഞ്ഞ മെട്രിക്സ് കണ്ടുപിടിക്കണം, എന്നാലും അതിന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ C എന്ന് പറഞ്ഞ മെട്രിക്സ് ഇതാണ്. ദാറ്റ് ഈസ് C11 C12 C21 C22. അതെന്തുകൊണ്ട് 2/2 മെട്രിക്സ്? കാരണം ഐന്റെ ജെന്റെ വാല്യൂസ് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം 2/2 മെട്രിക്സ് ആണെന്ന് മനസ്സിലാക്കാം. CIJ എന്ന് പറഞ്ഞത് അതായത് കോഫാക്ടർ AIJ എന്ന് പറഞ്ഞാൽ കോഫാക്ടർ ഓഫ് സ്മോൾ ലെറ്റർ AIJ. ഇവിടെ നമുക്ക് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്
ഒരു 2x2 മെട്രിക്സ്. അപ്പോൾ സി എന്ന് പറഞ്ഞാൽ 2x2 മെട്രിക്സിലാണ്. അതിൽ ഇനി C11 എന്താന്ന് കണ്ടുപിടിക്കണം. ആ എലമെന്റ് C11 കാണാനുള്ള റിലേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്, ഈ റിലേഷൻ. അപ്പൊ I1 J 1 കൊടുത്തു. K 1 മുതൽ 2 വരെയാണ് കൊടുക്കേണ്ടത്. ആദ്യം K ഉള്ളിടത്ത് 1 കൊടുക്കണം. അപ്പൊ C11 എന്ന് പറഞ്ഞത് K ഉള്ളിടത്ത് 1 കൊടുക്കണം. K ഉള്ളിടത്ത് 1 കൊടുത്തു കഴിഞ്ഞാൽ Iയും Jയും 1ഉം 1ഉം കൊടുക്കണം. അപ്പൊ A1 1 ഇൻറ്റു ക്യാപിറ്റൽ A1 1. പിന്നെ K ഉള്ളിടത്ത് 2 കൊടുക്കണം. അതിനിടയിൽ പ്ലസ് ഇടണം. K ഉള്ളിടത്ത് 2 കൊടുത്താൽ I ഉള്ളിടത്ത് 1 ആണ്. A1 2 ഇൻറ്റു ക്യാപിറ്റൽ J ഉള്ളിടത്ത് 1 കൊടുക്കണം. K ഉള്ളിടത്ത് 2 കൊടുക്കണം. ദാറ്റ് മീൻസ് A1 2. അതേപോലെ C12 ആണെങ്കിലോ C12 ആണ് I ഉള്ളിടത്ത് 1 കൊടുത്തു, J ഉള്ളിടത്ത് 2 കൊടുത്തു. ശ്രദ്ധിക്കണം, ആദ്യം K ഉള്ളിടത്ത് 1 കൊടുക്കണം. അപ്പൊ I ഉള്ളിടത്ത് 1 A1 Kക്ക് പകരം എന്ത് കൊടുത്തു? ഞാൻ ഫസ്റ്റ് 1 കൊടുത്തു. അപ്പൊ A11 ഇൻറ്റു ക്യാപിറ്റൽ Jക്ക് പകരം 2 കൊടുത്തു. A2 Kക്ക് പകരം 1 പ്ലസ് വീണ്ടും എന്ത് ചെയ്യണം? പ്ലസ് ഇട്ടിട്ട് പിന്നെ എന്താ? K ഉള്ളിടത്ത് 2 കൊടുക്കണം. K ഉള്ളിടത്ത് I ഉള്ളിടത്ത് 1 കൊടുക്കണം. അപ്പൊ A1 K ഉള്ളിടത്ത് 2 കൊടുത്തു. A1 2 പ്ലസ് ക്യാപിറ്റൽ J ഉള്ളിടത്ത് 2 കൊടുത്തു. K ഉള്ളിടത്ത് 2 കൊടുത്തു. A2 2. സിമിലർ പ്രോസസ്സിൽ C13 ആണല്ലോ. C21 ആണ്. C21 ആണ്. C21 കാണുമ്പോൾ എന്താ? I ഉള്ളിടത്ത് 1 J ഉള്ളിടത്ത് 2. ഇനി I ഉള്ളിടത്ത് 2ഉം J ഉള്ളിടത്ത് 1ഉം കൊടുക്കണം. അപ്പൊ എന്താ പറയുക? Kക്ക് പകരം 1 കൊടുക്കണം. ആദ്യം Kക്ക് 1 മുതൽ 2 വരെയാണ്. അപ്പൊ I ഉള്ളിടത്ത് 2 കൊടുത്തു. A2 1 ക്യാപിറ്റൽ A1 1 പ്ലസ് സ്മോൾ ലെറ്റർ I ഉള്ളിടത്ത് 2 കൊടുത്തു. K ഉള്ളിടത്ത് 2 കൊടുത്തു. ക്യാപിറ്റൽ J ഉള്ളിടത്ത് 1 കൊടുത്തു. K ഉള്ളിടത്ത് 2 കൊടുത്തു. ഒരെണ്ണം കൂടി വരും. അതേപോലെ C22 I ഉള്ളിടത്ത് 2 കൊടുത്തു. J ഉള്ളിടത്തും 2 കൊടുത്തു. അപ്പൊ എന്താ പറയുക മക്കളെ? A2 1 ക്യാപിറ്റൽ J ഉള്ളിടത്തും 2 കൊടുത്തു. A2 1 പ്ലസ് A2 K ഉള്ളിടത്ത് 2 കൊടുത്തു. J ഉള്ള. അപ്പൊ A22 ക്യാപിറ്റൽ A22. യെസ്, ഇങ്ങനെ വരും. നമുക്ക് മെട്രിക്സ് നമ്മൾ ഈ കോഫാക്ടറിന്റെ ഒരു പ്രോപ്പർട്ടി പഠിച്ച ഒരാൾക്കാർക്ക് അറിയാം. ഒരു റോ ഇതാണ്. ഇപ്പോൾ A എന്ന് പറഞ്ഞ മെട്രിക്സ് ഇതാന്നിരിക്കുക. A എന്ന് പറഞ്ഞ മെട്രിക്സ് A11 A12 A21 A22. അതേപോലെ തന്നെ അതിന്റെ കോഫാക്ടറിന്റെ മെട്രിക്സ് ആണ്. അതിന്റെ കറസ്പോണ്ടിങ് കോഫാക്ടറാണ് ക്യാപിറ്റൽ A1 A12 A21 A22. കറസ്പോണ്ടിങ് കോഫാക്ടറും ആണെന്ന് വിചാരിക്കാം. അങ്ങനെ ഇങ്ങനെ റിസൾട്ട് ഉണ്ട്. A11 ഇൻറ്റു ക്യാപിറ്റൽ A11 പ്ലസ് A12 ഇൻറ്റു ക്യാപിറ്റൽ A12. അതായത് ഒരു റോയും അതിൻ്റെ തന്നെ കോഫാക്ടറുകൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സം ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഡിറ്റർമിനന്റ് തുല്യമായിരിക്കും. ഇനിയിപ്പോൾ A11 ഇൻറ്റു അതിൻ്റെതല്ലാത്ത വേറൊരു കോഫാക്ടർ A21 പ്ലസ് A12 ഇൻറ്റു അതിൻ്റെതല്ലാത്ത വേറൊരു കോഫാക്ടർ A22 മൾട്ടിപ്ലൈ ചെയ്താൽ ഡിറ്റർമിനന്റ് ആ വാല്യൂ മൾട്ടിപ്ലൈ സം ചെയ്യുന്ന വാല്യൂ 0 ആയിരിക്കും. ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ അത് ഞാനിവിടെ അപ്ലൈ ചെയ്താൽ ഇത് എന്തായി മാറും വെച്ചാൽ ദിസ് ഈസ് A11. ഇതിപ്പോൾ ഈ എലമെന്റ് ഈ റോ ഫസ്റ്റ് റോ അതിൻ്റെ കോഫാക്ടറുകൾ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ ഈ C11 ആക്ച്വലി എന്താണ് അറിയോ? C11 എന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് ഡിറ്റ് A ആണ്. ദിസ് ഈസ് ഡിറ്റ് A. C12 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോയും അതിൻ്റെതല്ലാത്ത കോഫാക്ടറുകൾ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. ദാറ്റ് മീൻസ് C12 ദാറ്റ് ഈസ് 0 ആണ്. C21 എന്ന് പറയുമ്പോൾ സെക്കൻഡ് റോയും സെക്കൻഡ് റോ ആണിത്. സെക്കൻഡ് റോന് അതിൻ്റെ തന്നെ അതിൻ്റെതല്ലാത്ത കോഫാക്ടർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ എന്തായിരിക്കും? അതും 0 ആയിരിക്കും. C22 എന്ന് പറഞ്ഞത് സെക്കൻഡ് റോന് അതിൻ്റെ തന്നെ കോഫാക്ടർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. സെക്കൻഡ് റോ ഈസ് മൾട്ടിപ്ലൈഡ് വിത്ത് ദ കോഫാക്ടർ ഓഫ് സെക്കൻഡ് റോ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അത് എന്തായിരിക്കും? C22 എന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് ഡിറ്റ് A ആയിരിക്കും. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ എന്തായി മാറി അറിയോ? C എന്ന് പറഞ്ഞ മെട്രിക്സ് ദാറ്റ് ഈസ് ഡിറ്റ് A 0 0 ഡിറ്റ് A ആണ്. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് C എന്ന് പറയുമ്പോൾ
ഡിറ്റർമിനന്റ് ഓഫ് സി എന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് ഡിറ്റ് എ സ്ക്വയർ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 8 ഇൻറ്റു ഡിറ്റ് സി ആണ്. ദാറ്റ് ഈസ് 8 ഇൻറ്റു ഡിറ്റ് എ സ്ക്വയർ ആണ്. അപ്പോൾ ഡിറ്റ് എ സ്ക്വയർ കാണണം. ഡിറ്റ് എ സ്ക്വയർ കാണാൻ ഡിറ്റ് എ നമുക്കറിയാം. ഡിറ്റ് എ നമുക്ക് അവിടുന്ന് കണ്ടുപിടിക്കാം അല്ലേ. ഡിറ്റ് എ എന്ന് പറയുമ്പോൾ എ എന്ന് പറഞ്ഞ മെട്രിക്സ് നമുക്ക് ലോഗിൻ്റെ ടേംസ് തന്നിക്ക്. എ എന്ന് പറഞ്ഞത് മെട്രിക്സ് ആരാ? ലോഗ് 128 ടു ദ ബേസ് 5. അതേപോലെ തന്നെ ആരാ? 128 ടു ബേസ് 5, ലോഗ് 5 ടു ദ ബേസ് 4, ലോഗ് 5 ടു ദ ബേസ് 4, പിന്നെ ഏതുള്ള അതേപോലെ ലോഗ് 8 ടു ദ ബേസ് 5, ലോഗ് 8 ടു ദ ബേസ് 5, പിന്നെ ആരുള്ളത് ലോഗ് 25 ടു ദ ബേസ് 4 ആണ്. ലോഗ് 25 ടു ദ ബേസ് 4 ആണ്. അപ്പോൾ ഡിറ്റ് എ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ലോഗ് 128 ടു ദ ബേസ് 5 ഇൻറ്റു ലോഗ് 25 ടു ദ ബേസ് 4 മൈനസ് ലോഗ് 5 ടു ദ ബേസ് 4 ഇൻറ്റു ലോഗ് 8 ടു ദ ബേസ് 5 ആണ്. അപ്പോൾ ലോഗിൻ്റെ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ 128 എന്ന് പറഞ്ഞത് ലോഗ് 2⁻7 ടു ദ ബേസ് 5 ഇൻറ്റു 25 എന്ന് പറയുമ്പോൾ ലോഗ് 5 സ്ക്വയർ ടു ദ ബേസ് 4 മൈനസ് ലോഗ് 5 ടു ദ ബേസ് 4 ഇൻറ്റു ലോഗ് 2 ക്യൂബ് ടു ദ ബേസ് 5 ആണ്. ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ ഡിറ്റ് എ എന്ന് പറഞ്ഞത് എങ്ങനെ എഴുതാം? ഇത് 7 ലോഗ് 2 ടു ദ ബേസ് 5 ഇൻറ്റു 2 ലോഗ് 5 ടു ദ ബേസ് 4 ലോഗ് എ റേഷ്യോ എന്ന് പറഞ്ഞാൽ n ലോഗ് അനുസരിച്ച് പ്രോപ്പർട്ടി അനുസരിച്ചു മൈനസ് ലോഗ് 5 ടു ദ ബേസ് 4 ഇൻറ്റു 3 ഇൻറ്റു ലോഗ് 2 ടു ദ ബേസ് 5 ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ലോഗിൻ്റെ ബേസ് ചേഞ്ചിങ് റൂൾ അനുസരിച്ച് ബേസ് സെയിം ആക്കാൻ വേണ്ടി ലോഗ് 5 ടു ദ ബേസ് 4 എന്ന് പറഞ്ഞത് ലോഗ് 5 ടു ദ ബേസ് 2 സ്ക്വയർ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ലോഗ് 5 ടു ദ ബേസ് 2 ബൈ ലോഗ് 2 സ്ക്വയർ ടു ദ ബേസ് 2 എന്ന് എഴുതാം. അത് ലോഗ് 5 ടു ദ ബേസ് 2 ബൈ 2 ടു ദ ലോഗ് 2 ടു ദ ബേസ് 2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 1/2 ലോഗ് 5 ടു ദ ബേസ് 2 എന്ന് എഴുതാം. അപ്പോൾ ഇതിന് പകരം ലോഗ് 5 ടു ദ ബേസ് 4നെ ഈ രണ്ടിനെ നമുക്ക് മാറ്റാൻ പറ്റും. ലോഗിൻ്റെ ബേസ് മാറ്റിയിട്ട് ഡിറ്റ് എ എന്ന് പറഞ്ഞത് 7 ലോഗ് 2 ടു ദ ബേസ് 5 7 ഇൻറ്റു 2 അത് 14 ആവും. 7 ഇൻറ്റു 2 14 ലോഗ് 2 ടു ദ ബേസ് 5 ഇൻറ്റു 1/2 ലോഗ് 5 ടു ദ ബേസ് 2 എന്നാവും മൈനസ് ഇതും എന്തായി മാറി 1/2 ലോഗ് 5 ടു ദ ബേസ് 2 ഇൻറ്റു 3 ആയി. അപ്പോൾ 3/2 ഇൻറ്റു ലോഗ് 2 ടു ദ ബേസ് 5. ഇതിൽ ലോഗ് എ ടു ദ ബേസ് ബിയും ലോഗ് ബി ടു ദ ബേസ് എ തമ്മിൽ ക്യാൻസൽ ആയി പോകും. അത് 1 ആയി പോകും. അപ്പോൾ 14/2 മൈനസ് 3/2 ആണ് ഡിറ്റ് എ. 14/2 മൈനസ് 3/2 ദാറ്റ് ഈസ് 11/2 ആണ് ഡിറ്റ് എ. കണ്ടുപിടിക്കേണ്ടത് എന്തായിരുന്നു? 8 ഇൻറ്റു ഡിറ്റ് സി ആണ്. അപ്പോൾ 8 ഇൻറ്റു ഡിറ്റ് എ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് 8 ഇൻറ്റു 11/2 സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് 8 ഇൻറ്റു 121/4 ആണ്. ദാറ്റ് മീൻസ് 2 ഇൻറ്റു 121 ആണ്. ദാറ്റ് ഈസ് 242 ആയിരിക്കും. 120 ആകുമ്പോൾ 242 ആയിരിക്കും ആൻസർ. 242 ആൻസർ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പോവാം. 242 എന്ന് പറഞ്ഞാൽ തേർഡ് ഓപ്ഷൻ ആയിരിക്കും. 242. റെഡി? സോ മൂവ് ഇൻ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജനുവരി ഷിഫ്റ്റ് 1 ചോദിച്ചതായിരുന്നു. എസ് എന്ന് പറയുന്നത് എം ബിലോങ്സ് ടു സെഡ് എ റേസ് ടു എം സ്ക്വയർ പ്ലസ് എ റേസ് ടു എം ഈക്വൽ ടു 3i മൈനസ് എ റേസ് ടു -6 ആണ്. വേർ എ എന്ന് പറയുന്നത് 2 - 1 1 0 ദെൻ എൻ ഓഫ് എസ്. എസ് എന്ന് പറഞ്ഞൊരു സെറ്റ് തന്നിട്ടുണ്ട്. ആ സെറ്റിൽ എം എന്ന് പറഞ്ഞ ഇൻഡിജർ പെട്ട അങ്ങനെയുള്ള എത്ര എലമെന്റ് ആ എസ്സിൽ ഉണ്ടാവുന്ന ഉദ്ദേശം, അതായത് എത്ര മെട്രിക്സ് ഉണ്ടാക്കാൻ പറ്റുന്നത് ചോദിച്ചാൽ എ എന്ന് പറഞ്ഞാൽ 2 - 1 1 0 ആണ്. ഈ ക്വസ്റ്റ്യനും സ്ട്രിക്ട്ലി നമ്മളെ പാറ്റേൺ പ്രോബ്ലം ആണ്. എ എന്ന് പറഞ്ഞത് 2 - 1 1 0 ആണ്. കാരണം എന്താ? എ റേസ് ടു എം സ്ക്വയർ, എ റേസ് ടു എം, എ റേസ് ടു -6 എല്ലാം കാണണം. അപ്പോൾ ഞാനൊന്ന് എ സ്ക്വയർ ഒന്ന് ചെയ്യാൻ പോകണം. എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 2 - 1 1 0 ഇൻറ്റു 2 - 1 1 0 ആണ്. അപ്പോൾ എ സ്ക്വയർ എന്തായി മാറും മക്കളെ? ഫസ്റ്റ് റോയും ഫസ്റ്റ് ഓൾ 2 ഇൻറ്റു 2 4 - 1 2 ഇൻറ്റു 2 4 - 1 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 3 ആണ്. അതേപോലെ തന്നെ 2 ഇൻറ്റു -1 2 ഇൻറ്റു 4 - 1 വരും, 3 വരും.
-2 വരും. 1 into 2 plus 0 that is 2 വരും. -1 വരും. ഇതാണ് എ സ്ക്വയർ വരാം. അപ്പൊ എയും എ സ്ക്വയറും പ്രത്യേകിച്ച് ഒറ്റയടിക്ക് പാറ്റേൺ ഒന്നും മനസ്സിലായിട്ടില്ല. എ ക്യൂബ് ഒന്ന് ചെയ്ത് നോക്കാം. എ ക്യൂബ് എന്ന് പറയുമ്പോൾ എന്താ? എ സ്ക്വയർ ഇൻറ്റു എ ആണ്. അപ്പോൾ എ ക്യൂബ് എന്ന് പറയുമ്പോൾ എ സ്ക്വയർ ഇൻറ്റു എ ആണ്. എ ക്യൂബ് ഒന്ന് നോക്കി നോക്കാം. എ ക്യൂബ് എന്തായിരുന്നു? എ സ്ക്വയർ ആരാ? 3 - 2 2 - 1 ഇൻറ്റു എ ആരായിരുന്നു? 2 - 1 1 0. ഇപ്പൊ എ ക്യൂബ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 3 into 2 6 - 2 ദാറ്റ് ഈസ് 4. 3 into -3 -2 -3 വരും. 4 - 1 ദാറ്റ് ഈസ് 3 വരും. -2 ഇങ്ങനെ വരും. ഏകദേശം നമുക്കൊരു ചെറിയൊരു ഐഡിയ കിട്ടും. നോക്കി നോക്ക് നിങ്ങൾ. എ എന്ന് പറയുമ്പോൾ ഇതാണ് എ സ്ക്വയർ, ഇതാണ് എ ക്യൂബ്. എയില് ഇത് a⁻1 ആണ്, a⁻2, a⁻3 ആണ്. ഇത് 3, ഇത് 4 ആണ്. ഓക്കെ, ഇത് 2 ആയപ്പോൾ ഇത് 3 ആണ്, ഇത് 1 ആയപ്പോൾ ഇത് 2 ആണ്. അപ്പോൾ ഒരു കാര്യം ജനറലൈസ് ചെയ്യാം. a⁻m എന്ന് പറയുമ്പോൾ m+1 ആണ് ഇവിടെ. അതേപോലെ തന്നെ ഇനി നോക്കിയേ, ഇത് -1 ആണ്, ഇത് -2 ആണ്, -3 ആണ്. അപ്പോൾ അതായത് ഈ പവറിന്റെ നേരെ നെഗറ്റീവ് ആണ്. അപ്പോൾ -m ആണ് ഇവിടെ. നോക്ക്, ഇത് 1 ആണ്, ഇത് 2 ആണ്, ഇത് 3 ആണ്. അപ്പൊ ഇതെന്തായിരിക്കും? m ആയിരിക്കും ഇത്, അല്ലേ? റെഡി. ഇനി അടുത്തതാണ് കൺഫ്യൂഷൻ ആവുക അല്ലെ മക്കളെ? ഇത് 1 -m ആണ്. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇത് 0 ആണ് കിട്ടിയത്, ഇവിടെ -1 ആണ് കിട്ടിയത്. അതായത് 1 കുറവാണ്, ഇവിടെ 1 കുറവാണ്, 2 -1 ആണ്, ഇവിടെ എന്താണ്? -2 ആണ് അല്ലേ? അപ്പൊ അതെന്തായിരിക്കും? 3 ആവുമ്പോൾ -2 കിട്ടണം. അപ്പൊ 3 1 കുറച്ചിട്ട് നെഗറ്റീവ് ഇട്ടാൽ മതി അല്ലേ? അപ്പൊ -m-1 എഴുതിയാൽ പോരെ? റെഡി ആവും. നോക്ക്, a⁻3 എന്ന് പറയുമ്പോൾ 3 - 1 2, ഒരു നെഗറ്റീവ് ഇട്ടു. എ സ്ക്വയർ ആകുമ്പോൾ എന്തായാലും 2 - 1 1 നെഗറ്റീവ് ഇട്ടാൽ മതി, -1. ഓക്കെ, a⁻1 ആകുമ്പോൾ 1 - 1 0 റെഡിയാണ്. അതാണ്. അപ്പോൾ ഇതാണ് പാറ്റേൺ. a⁻m എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. a⁻m കിട്ടി നമുക്ക് അല്ലേ? ഇനി മക്കളെ ഇന്നെന്താ കാണേണ്ട? a⁻m² കാണണം. കാരണം a⁻m² എന്ന് പറയുമ്പോൾ എവിടെയൊക്കെ m ഉണ്ടോ അതൊക്കെ m² ആക്കാം. m² + 1 -m², -m² - 1 എങ്കിൽ അതേപോലെ a⁻6 കാണണം. a⁻6 അതിന് -6 കാണുന്നത് അവിടെ a⁻6 ആവശ്യമുണ്ട്. a⁻6 എന്തായിരിക്കും? a⁻6 എന്ന് പറയുമ്പോൾ -6 + 1, പിന്നെ എന്ത് ചെയ്യണം? 6 വരും, പിന്നെ -6 വരും, അത് വരും -6 - 1 -7 അപ്പൊ 7 വരും. a⁻6 എന്ന് പറയുമ്പോൾ ആരായിരിക്കും? -5 6 -6 7. 7 എങ്ങനെ വന്ന്? അതായത് -6 -1 പിന്നെ ഒരു നെഗറ്റീവ് വേണം, അപ്പം 7 വരും. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ പറഞ്ഞ മക്കളെ? ഇതിൻ്റെ കൂടെ 3i സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ 3i - a⁻6 ആണ്. ദാറ്റ് ഈസ് 3003 ആണ് 3i. അപ്പൊ 3i - a⁻6 വേണം. 3i എന്ന് പറയുമ്പോൾ 3003 -5 6 -6 7 ആണ്. ദാറ്റ് ഈസ് 3 - -5 എന്ന് പറയുമ്പോൾ 8 ആണ്. ഇത് -6 വരും, ഇത് 6 വരും, 3 - 7 -4 വരും. ഇത് ആരായിട്ട് ഇക്വേറ്റ് ചെയ്യണം മക്കളെ? നമ്മൾ a⁻m കൂടെ a⁻m² a⁻m കൂടി ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം. അപ്പൊ a⁻m + a⁻m², a⁻m + a⁻m², അതാരാ നോക്കണം? a⁻m a⁻m² കൂടി m+1 m² + m+2 m² + m+2 പിന്നെന്താ വരും മക്കളെ?
മൈനസ് എമ്മും മൈനസ് എം സ്ക്വയറും മൈനസ് എം സ്ക്വയർ മൈനസ് എം. പിന്നെ ആരായിരുന്നു എം പ്ലസ് എം സ്ക്വയർ പ്ലസ് എം. പിന്നെന്തായിരുന്നു മൈനസ് എം പ്ലസ് 1 മൈനസ് എം പ്ലസ് 1 പ്ലസ് മൈനസ് എം സ്ക്വയർ പ്ലസ് 1. അപ്പം മൈനസ് എം സ്ക്വയർ പ്ലസ് 2 മൈനസ് എം പ്ലസ് 1 മൈനസ് എം സ്ക്വയർ പ്ലസ് 1. ഇതാണ് എ റേസ് ടു എം പ്ലസ് എ റേസ് ടു എം സ്ക്വയർ. ഇത് ആരായിട്ട് ഇക്വേറ്റ് ചെയ്യണം? ഇത് ഈക്വൽ ടു 8 മൈനസ് 6 മൈനസ് 4. അപ്പോൾ ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എം സ്ക്വയർ പ്ലസ് എം പ്ലസ് 2 ഈക്വൽ ടു 8 എന്ന് കിട്ടും. അപ്പോൾ എം സ്ക്വയർ പ്ലസ് എം മൈനസ് 6 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതൊരു ക്വാഡ്രാറ്റിക്കാണ്. ഈ ക്വാഡ്രാറ്റിക് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എം പ്ലസ് 3 ഇൻറ്റു എം മൈനസ് 2 എന്ന് വരും. ഇപ്പം എം ഈക്വൽ ടു മൈനസ് 3ഉം എം ഈക്വൽ ടു 2 എന്ന് കിട്ടും. അപ്പം 2 വാല്യൂസാണ് എമ്മിന് പോസിബിൾ ആവുള്ളൂ. 2 വാല്യൂസ് പോസിബിൾ പറഞ്ഞാൽ ഞാൻ എമ്മിന് 3 കൊടുക്കുമ്പോൾ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ഈ പറഞ്ഞ സെറ്റിന്, അതിൽ എമ്മിന് മൈനസ് 2 കൊടുക്കുമ്പോഴും പറ്റും. ദാറ്റ് മീൻസ് എന്തായിരിക്കും എം സ്ക്വയർ പ്ലസ് 3m മൈനസ് 2m മൈനസ് 6. അപ്പോൾ 2 വാല്യൂസ് ആയിരിക്കും എൻ ഓഫ് എസ്. അപ്പോൾ 2 ആയിരിക്കും ആൻസർ വരിക. എൻ ഓഫ് എസ് ഇസ് ഈക്വൽ ടു 2 ആയിരിക്കും. അപ്പോൾ നമ്പർ ഓഫ് എലമെന്റ്സ് എത്ര ആയിരിക്കും ഈ സെറ്റിനകത്ത്? എമ്മിന് 2 വാല്യൂസ് അല്ല ഉണ്ടാവുക. സെറ്റ് ഓഫ് എമ്മിന്റെ വാല്യൂസ് ആണ്, ഇൻഡിജറാണ്, 2 ഇൻഡിജറാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. 2 കൊടുത്തൂടെ? കൊടുക്കാം, 2 ഇൻഡിജറാ. എം ബിലോങ്സ് ടു സെറ്റ്. അപ്പോൾ ആൻസർ 2 ആയിരിക്കും മക്കളെ. റിക്വയർഡ് ആൻസർ ഈസ് 2 ഇസ് ദ നമ്പർ ഓഫ് എൻ ഓഫ് എസ്. നമ്പർ ഓഫ് എലമെന്റ്സിന് എസ് എന്ന് പറഞ്ഞത് 2 ആയിരിക്കും. ഓക്കെ, ഇൻഡിജർ ടൈപ്പിൽ. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 10th ക്വസ്റ്റ്യൻ. 29th January ഷിഫ്റ്റ് 2 ചോദിച്ച ക്വസ്റ്റ്യൻ. എ എന്ന് പറഞ്ഞത് ഒരു എ ഐ ജെ ബി എ മെട്രിക്സ് ഓഫ് ഓർഡർ 3/3 ആണ്. വിത്ത് എ ഐ ജെ എന്ന് പറഞ്ഞാൽ √2 ഇൻറ്റു ഐ പ്ലസ് ജെ. സം ഓഫ് ഓൾ ദി എലമെന്റ്സ് ഇൻ ദ തേർഡ് റോ ഓഫ് എ സ്ക്വയർ ഈസ് ആൽഫ പ്ലസ് ബീറ്റ √2. ആൽഫയും ബീറ്റയും ഇൻഡിജർ പെട്ടതാണ്. then ആൽഫ പ്ലസ് ബീറ്റയാണ് ചോദ്യം. അപ്പോൾ എ എന്ന് പറഞ്ഞൊരു 3/3 മെട്രിക്സ് ആണ്. അത് A11 A12 A13 A21 A22 A23 A31 A32 A33 ഇത് എ ഐ ജെ എന്ന് പറഞ്ഞാൽ √2 ഐ പ്ലസ് ജെ ആണ്. അപ്പോൾ മെട്രിക്സ് കൺസ്ട്രക്ഷൻ ചെയ്യണം. എ ഐ ജെ എന്ന് പറഞ്ഞത് ആരാ? √2 ഐ പ്ലസ് ജെ ആണ്. ഇപ്പം A11 ഓരോ എലമെന്റ്സ് നമുക്ക് എഴുതി വെക്കണം. A11 എന്തായിരിക്കും? √2 ഇൻറ്റു 1 + 1 ആണ്. A11 എന്ന് പറയുമ്പോൾ √2 ഇൻറ്റു 1 + 1. √2 ഇൻറ്റു 1 + 1 എന്ന് പറഞ്ഞാൽ √2 സ്ക്വയറാ, അത് 2 ആണ്. A12 ആണെങ്കിൽ നമുക്ക് A12 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് √2 റേസ് ടു 1 + 2 ആ. ദാറ്റ് ഈസ് √2 റേസ് ടു ക്യൂബ് എന്ന് പറയുമ്പോൾ 2√2 ആ. A13 ആകുമ്പോൾ √2 റേസ് ടു 1 + 3 എന്ന് പറയുമ്പോൾ √2 റേസ് ടു 4, അഥവാ √2 റേസ് ടു 4 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 2 ഇൻറ്റു 2 സ്ക്വയർ വരും, അഥവാ 4 വരും. പിന്നെ ആരാ വരാ? അതേപോലെ A21 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് അഗെയിൻ എന്തായിരിക്കും? √2 റേസ് ടു 2 + 1 ആ. അപ്പോൾ എന്തായാലും √2 റേസ് ടു 3 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 2√2 ആണ്. അതുപോലെ A22 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് അഗെയിൻ √2 റേസ് ടു 4 ആണ്. √2 റേസ് ടു 4 എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ ആണ്. 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 4 ആണ്. A23 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് √2 റേസ് ടു 5 ആണ്. √2 റേസ് ടു 5 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മക്കളെ? √2 റേസ് ടു 5 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 4√2 ആ. അല്ലെ A31 ആകുമ്പോൾ അഗെയിൻ 4 ആണ്. A32 ആകുമ്പോൾ 4√2 ആണ്. A33 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് √2 റേസ് ടു 6 ആണ്. ദാറ്റ് ഈസ് 2 ക്യൂബ് 8 ആണ്. അപ്പൊ എ എന്ന് പറഞ്ഞ മെട്രിക്സ് ആണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. അതിനൊന്ന് എ എന്ന് പറഞ്ഞ മെട്രിക്സിന് ഞാൻ കോമൺ ആക്കി എടുത്തിരുന്നെങ്കിൽ അപ്പോൾ അതിൻ്റെ നമ്മൾ ബാക്കി അതിലേക്ക് കിട്ടുമ്പോൾ ബാക്കി ഇവിടെ ഇതുണ്ട്. എ എന്ന് പറഞ്ഞ മെട്രിക്സ് ഇപ്പോൾ നമുക്ക് കിട്ടി. എ എന്ന് പറഞ്ഞ മെട്രിക്സ് ആണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. എന്തായിരുന്നു മക്കളെ?
2 അതിൽ നിന്ന് 2 കോമൺ എടുത്തൂടെ 2 കോമൺ എടുത്തിരുന്നത് 2 ഇൻറ്റു ആരായിരിക്കും 1 റൂട്ട് 2 2 റൂട്ട് 2 2 റൂട്ട് 2 2 റൂട്ട് 2 4 ഇതാണ് എ എന്ന് പറഞ്ഞത് 1 റൂട്ട് 2 2 റൂട്ട് 2 2 2 റൂട്ട് 2 2 ഇൻറ്റു 2 റൂട്ട് 2 4 ഡൗട്ടുള്ളവർ തിരിച്ച് 2 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി 2 മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 2 റൂട്ട് 2 4 2 റൂട്ട് 2 4 4 റൂട്ട് 2 4 അതുപോലെ 4 റൂട്ട് 2 8 ഇനി എന്താ ചോദിച്ചു വെച്ചാൽ എ സ്ക്വയർ സം ഓഫ് ഓൾ ദി എലമെന്റ്സ് ഓഫ് തേർഡ് റോയിൻ്റെ എ സ്ക്വയർ അപ്പോൾ എ സ്ക്വയർ കാണണം എ സ്ക്വയർ കാണണമെങ്കിൽ എന്ത് ചെയ്യണം എ സ്ക്വയർ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 2 ഇൻറ്റു 1 റൂട്ട് 2 2 റൂട്ട് 2 2 2 റൂട്ട് 2 2 2 റൂട്ട് 2 4 ഇൻറ്റു 2 ഇൻറ്റു 1 റൂട്ട് 2 2 റൂട്ട് 2 2 2 റൂട്ട് 2 2 2 റൂട്ട് 2 4 ആണ്. അപ്പോൾ എ സ്ക്വയറിൽ മക്കളെ എന്ത് വരും 4 ഇൻറ്റു ഈ മൾട്ടിപ്ലിക്കേഷൻ വരാം. ഇത് മൾട്ടിപ്ലൈ ചെയ്തിരുന്നെങ്കിൽ 4 ഇൻറ്റു ഇത് മൾട്ടിപ്ലൈ ചെയ്തിരുന്നെങ്കിൽ 1 പ്ലസ് നമുക്ക് എല്ലാം ആവശ്യമില്ലല്ലേ സം ഓഫ് ഓൾ ദി എലമെന്റ്സ് ഇൻ ദ തേർഡ് റോ ആണ് ചോദിച്ചത് തേർഡ് റോ. അപ്പോൾ എല്ലാം നമുക്ക് ആവശ്യമില്ല മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഞാൻ തേർഡ് റോ മാത്രം നോക്കിയാൽ സം ഓഫ് ഓൾ ദി എലമെന്റ് തേർഡ് റോ ആണ്. അപ്പോൾ തേർഡ് റോ കിട്ടാനുള്ള കാരണക്കാരൻ ആരാന്ന് നോക്കിയാൽ മതി. അപ്പോൾ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മക്കളെ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു തേർഡ് റോ കിട്ടാൻ കാരണക്കാരൻ ഈ റോയും തേർഡ് റോ കിട്ടണമെങ്കിൽ അല്ലേ തേർഡ് റോ ഓഫ് എ സ്ക്വയർ തേർഡ് റോ കിട്ടണമെങ്കിൽ ഈ റോയും ഈ കോളം അതുപോലെ ഇതും മൾട്ടിപ്ലൈ ചെയ്താൽ മതി തേർഡ് റോ കിട്ടണമെങ്കിൽ അല്ലേ. അപ്പോൾ തേർഡ് റോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എ സ്ക്വയർ ഈക്വൽ ടു 4 ഇൻറ്റു 2 ഇൻറ്റു 1 2 പ്ലസ് ആരായിരിക്കും 2 റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 അപ്പോൾ എത്ര 2 റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 4 വരും പ്ലസ് 4 ഇൻറ്റു 2 8 വരും. അതേപോലെ തന്നെ ഈ റോയും ഈ കോളവും അതായത് 2 റൂട്ട് 2 പ്ലസ് 4 റൂട്ട് 2 പ്ലസ് ആരായിരിക്കും 8 റൂട്ട് 2. അതേപോലെ അടുത്തതാണെങ്കിലോ 2 ഇൻറ്റു 2 4 പ്ലസ് 4 ഇൻറ്റു 2 8 വരും പ്ലസ് 16 വരും. ഇതാണ് തേർഡ് റോ. ഇത് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് ഇത് ഈ പറഞ്ഞ ഓരോന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടിയതാണ് ആ തേർഡ് റോ. അപ്പോൾ ആ തേർഡ് റോയില് ഇതാരാ 10 14 വരും 14 തേർഡ് റോയില് ഈ എലമെന്റ്സുകൾ ഏതൊക്കെയാന്ന് വെച്ചാൽ ഇത് ആഡ് ചെയ്താൽ 14 വരും 14 10 14 റൂട്ട് 2 20 28 വരും. ഇതെല്ലാം കൂടി സം ഓഫ് ഓൾ ദി എലമെന്റ്സ് തേർഡ് റോ ഓഫ് എ സ്ക്വയർ ഈസ് 14 പ്ലസ് 28 പ്ലസ് 14 എന്ന് പറയുമ്പോൾ 38 പ്ലസ് 4 എന്ന് പറയുമ്പോൾ 42 പ്ലസ് 14 റൂട്ട് 2 ആണ് ആൽഫ പ്ലസ് ബീറ്റ റൂട്ട് 2. അപ്പോൾ 42 പ്ലസ് മൊത്തം കൂട്ടിയാൽ 42 പ്ലസ് 14 റൂട്ട് 2. അപ്പോൾ ആൽഫ 14 ആണെന്ന് കിട്ടും. ബീറ്റ കമ്പയർ ചെയ്യുമ്പോൾ ആൽഫ 14 ആണെന്നും കിട്ടും. ബീറ്റ ആൽഫ 42 ആണെന്നും കിട്ടും. ബീറ്റ 14 ആണെന്നും കിട്ടും. ആൽഫ ഈക്വൽ ടു 42 ആൻഡ് ബീറ്റ ഈക്വൽ ടു 14. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുമ്പോൾ
52 ഒരു മിസ്റ്റേക്ക് വരുത്തി മക്കളെ ഈ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വിട്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വിട്ടു അവിടെയാണ് കാൽക്കുലേഷൻ മിസ്റ്റേക്ക് 4 ഇൻറ്റു ഇതുണ്ട് കേട്ടോ അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ റൂട്ട് ഞാൻ അടുത്ത വേയിലേക്കും കൂടി പോകുന്നുണ്ട് ആൽഫ പ്ലസ് ബീറ്റ റൂട്ട് 2 എന്ന് പറയുമ്പോൾ ആൽഫ പ്ലസ് ബീറ്റ റൂട്ട് 2 എന്ന് പറഞ്ഞത് 4 ഇൻറ്റു 14 പ്ലസ് 28 14 പ്ലസ് 28 പ്ലസ് 14 റൂട്ട് 2 ആണ്. അപ്പോൾ 14 പ്ലസ് 28 എന്ന് പറയുമ്പോൾ 28 പ്ലസ് 14 എന്ന് പറയുമ്പോൾ 38 42 അല്ലേ. അപ്പം 4 ഇൻറ്റു 42 പ്ലസ് 4 ഇൻറ്റു 14 റൂട്ട് 2 ആണ്. ഇതാണ് ആൽഫ പ്ലസ് ബീറ്റ റൂട്ട് 2. അപ്പോൾ അവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത് കേട്ടോ. അപ്പം ആൽഫ 42 അല്ല, ആൽഫ എത്രയാണ് മക്കളെ? ആൽഫയുടെ വില 4 ഇൻറ്റു 42 ആൽഫ 4 ഇൻറ്റു 42 ആണ്. ബീറ്റയുടെ വില 14 ഇൻറ്റു 4 ബീറ്റ 14 ഇൻറ്റു 4 ആണ്. അപ്പം 42 ഇൻറ്റു 4 ആൻസറിലേക്ക് എത്തിയല്ലേ, ഏകദേശം ആൻസറിലേക്ക് എത്തി. 42 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 160 160ഉം 168 168ഉം 14 ഇൻറ്റു 4 ആകുമ്പം 6 1 56 168ഉം 56ഉം അതാവുമ്പോൾ 4 1 2 1 224 224 ആയിരിക്കും ആൻസർ അല്ലേ. 224 ആയിരിക്കില്ല ആൻസർ മക്കളെ. 4 ഇൻറ്റു 42 പ്ലസ് 168ഉം അതേപോലെ തന്നെ 56ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ ദാറ്റ് മീൻസ് 224 വിൽ ബി ദ ആൻസർ. റെഡി? അപ്പോൾ ഇത്രയാണ് നമ്മളെ മെട്രിക്സ് നമ്മൾ ചാപ്റ്റർ.